എന്താണ് വിശേഷങ്ങള്? ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള മറ്റൊരു ദിവസം കൂടി എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഇന്ന് നമുക്ക് പുതിയ സെഷൻ തുടങ്ങാം. പുതിയ കാര്യങ്ങൾ. ഇന്നലെ ഒരു ദിവസം നമുക്ക് ക്ലാസ് ഉണ്ടായില്ല. ഇനി എല്ലാ ദിവസവും അൾട്ടർനേറ്റ് ഡേയ്സ് മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ എന്ന് അറിയാലോ അല്ലെ? എന്റെ ഡ്രസ്സ് എന്താ അത്ര സുഖമില്ലാത്ത ഫിറ്റിങ്സ് ഇല്ലാത്ത പോലെ കുറെ നേരം ഇവിടെ ഇരിക്കുന്നു കേട്ടോ, അതിന്റെ ഓക്കെ. അപ്പോൾ ഇന്ന് ഇപ്പോ ഇവിടെ പറഞ്ഞ പോലെ അനുഭവങ്ങൾ ചിലപ്പോ എങ്ങനെയാ പറയാ, നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ അറിയാം ഇവരൊക്കെ എല്ലാ സാധ്യതകളുള്ളവരാണ്, ഹിഡൻ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയാറില്ലേ, അല്ലെങ്കിൽ എന്താ മറിഞ്ഞിരിക്കുന്ന രത്നങ്ങൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെ പലപ്പോഴും നമുക്ക് പലരും തോന്നാറുണ്ട്. സ്വാഭാവികമാണ്. കാരണം ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഏകദേശം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോ എന്തെങ്കിലും നേടി എന്നൊക്കെ പറയുന്നതും അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചു എന്നൊക്കെ ഇപ്പോൾ ആശ്വസിക്കുന്ന നമ്മൾ ശരിക്കും നമുക്കത് അറിയാതെ അവിടെ കിടന്നുപോയത് കൊണ്ടാണത്. നമുക്ക് അറിവില്ലായ്മ, നമുക്ക് എന്താണ് ലഭിക്കുന്നത്, എന്താണ് വേണ്ടതെന്നുള്ള വ്യക്തമായ അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. അതൊന്ന് കറക്റ്റ് ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്താൽ വന്നാൽ മതി, എല്ലാവരും രക്ഷപ്പെട്ടോളും. അത് വലിയ വിഷയങ്ങളൊന്നും, എല്ലാവരും രക്ഷപ്പെടും. കാരണം നമുക്കെല്ലാം ശ്രദ്ധക്കുറവാണ് നമ്മുടെ ഏറ്റവും വലിയ എന്താ പറയാ പോരായ്മ എന്ന് പറയും. ഓക്കെ, നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇപ്പോ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഇന്ന് പൗർണമി ദിവസമാണെന്ന് അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും. ഞാൻ ആദ്യമായി പൗർണമി അനുഭവിച്ചത് പുട്ടവർത്തിയിൽ എത്തിയപ്പോഴാണ്. ആകസ്മികമായി എത്തിയ ഒരു ദിവസം, അത് പൗർണമിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അവിടെ എത്തി നോക്കിയപ്പോഴാണ് ഈ സഹസ്രാരങ്ങളെ കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഇങ്ങനെയും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ അത്രയും ആൾക്കാരെ ഞാൻ കാണുന്നത്, എന്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. അപ്പൊ അതിനുശേഷം പിന്നെ ഞാൻ ജീവിതത്തിൽ പൗർണമി ആഘോഷിച്ചു എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അതിന്റെ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷെ അന്നൊന്നും ഇത് എന്തിനാണ് ഈ ഇത്രയും ആൾക്കാർ ഈ പൗർണമി ദിവസത്തിൽ ഒത്തുചേർന്നതും ഭക്തിസാന്ദ്രമാക്കിയോ ഒന്നും അന്നൊന്നും യാതൊരു ഐഡിയ ഉണ്ടായില്ല. അപ്പൊ അതിന്റെ പുറകെ കുറെ കാലം ഇങ്ങനെ അത് ഇങ്ങനെ പോയി എന്നേ ഉള്ളൂ. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് എന്ന് പറയുന്ന പോലെ ഇതിന്റെ ഈ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഈ ഭക്തിയുടെ ലോകത്തേക്ക് ഞാൻ അതിനെ ഭക്തി എന്ന് തന്നെ അടിവരയിട്ട് പറയുകയാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് മറ്റുള്ളവർ വിളിക്കുമെങ്കിലും ഇതിന്റെ രണ്ടും അടിസ്ഥാന ഘടകം ഒന്ന് തന്നെയാണ്. ഇതിലേക്ക് എത്തുമ്പോഴാണ് പ്രപഞ്ചോർജവും നമ്മുടെ ഊർജവും തമ്മിലുള്ള ഒരു വലിയ കണക്ഷനെ പറ്റിയൊക്കെ അറിയാൻ തുടങ്ങിയത്. അറിയില്ലായ്മയായിരുന്നു അതുവരെ അറിയില്ല എന്ന് തന്നെയായിരുന്നു. ഇതൊക്കെ പണ്ട് പൗരാണികമായി തന്നെ കണ്ടുപിടിച്ചതും പറഞ്ഞതൊക്കെയാണ്. പക്ഷെ നമുക്കിടെ അറിവ് അജ്ഞത അതിലേക്കായി. അജ്ഞതയിൽ നിന്ന് മാറി ഒരു ഗുരുവിന്റെ അടുത്തെത്തി ഗുരു കടാക്ഷം ലഭിച്ചിട്ടും അത് തെളിയണമെങ്കിൽ അതിന്റെ സമയമുണ്ട്. കാരണം കരി പിടിച്ച ചില്ലുകൾക്കിടയിൽ നിന്നും വെളിച്ചം പുറത്തോട്ട് വരണമെങ്കിൽ ആ കരി തുടച്ചു മാറ്റപ്പെടുക തന്നെ വേണം. അതിനൊരു പ്രോസസ് ഉണ്ട്, അതിന് കുറേ സമയമുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കുന്ന രീതിയിൽ. കരി പിടിച്ചിരിക്കുന്ന ഒരു ചില്ലുകൂട്ടിനകത്ത് വെളിച്ചം തെളിയിച്ചാൽ തന്നെ വെളിച്ചം പുറത്തോട്ട് എത്തണമെങ്കിൽ അതിലുള്ള കരി തുടച്ചു മാറ്റുക തന്നെ വേണം, വേറെ ഒരു വഴിയുമില്ല. അപ്പോൾ അന്ധകാരമായി കിടക്കുന്ന നമ്മുടെ മനസ്സിലേക്ക് വെളിച്ചം, ഇതുപോലുള്ള സ്ഥലത്ത് നിന്ന് വെളിച്ചം ലഭിച്ചാൽ പോലും ഇത് തെളിയിച്ച് പുറത്തോട്ട് വരണമെങ്കിൽ, ഇല്ലെങ്കിൽ ചില ഭാഗങ്ങളിലൂടെയൊക്കെ ഈ കരി ഇളകി പോകുമ്പോൾ ചെറിയ വെളിച്ചം പുറത്തോട്ട് കാണാൻ സാധിക്കും. പക്ഷെ പൂർണ്ണമായി തെളിയില്ല. പൂർണ്ണമായി തെളിയണമെങ്കിൽ നമ്മൾക്ക് നിത്യസാധനയിലൂടെ നമ്മുടെ കരി പുരണ്ടിരിക്കുന്ന അന്ധകാരം തെളിഞ്ഞിരിക്കുന്ന മനസ്സിനെ നമ്മൾ തെളിയിച്ചെടുക്കണം. ഈ തെളിയിച്ചെടുക്കുന്ന പ്രക്രിയക്ക് ഏറ്റവും നിദാനമായ പ്രക്രിയയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. കാരണം മെഡിറ്റേഷൻ എപ്പോഴും നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ അകത്തോട്ട് മാത്രമാണ് നോക്കുന്നത്, പുറത്തോട്ട് നോക്കാറില്ല. അപ്പൊ അകത്തോട്ട് നോക്കി 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 നമ്മൾ ക്ലെൻസിങ് എന്ന് പറയാം, അകത്തോട്ട് നോക്കി നോക്കി നമ്മളെ തന്നെ നമ്മൾ തുടച്ച് വൃത്തിയാക്കും. ആ ചിത്തശുദ്ധി അവിടെ ഇല്ലായ്മ ചെയ്യും, നമ്മൾ അവിടെ വെളിച്ചം പരത്തും. അങ്ങനെ നിരന്തരമായ പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പിന്നെ തെളിച്ചം. അങ്ങനെയാണ് ഈ പറഞ്ഞ എല്ലാവർക്കും വെളിച്ചം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവർക്ക് ജ്ഞാനം ഉണ്ടാവുന്നത് എന്നാണ് പറയുക. അപ്പോ
വളരെ കൃത്യമായി ഇതൊക്കെ വളരെ പൗരാണികമായി തന്നെ നമ്മളെല്ലാം നമ്മുടെ സംസ്കാരത്തിൽ ഉള്ള കാര്യമായിരുന്നു. പക്ഷെ നമ്മളാരും തിരിച്ചറിഞ്ഞില്ല. ഇന്ന് കുറച്ച് നേരത്തെ ഞാൻ നമ്മുടെ ഒരു മാസികയ്ക്ക് വേണ്ടിയിട്ട് ഒരു ആമുഖം എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ, ലഹരിയോ എന്താ പറയാ, ഇന്ന് ഭക്തിയിൽ കലർന്ന ലഹരി എന്ന അവസ്ഥയിലെത്തി. ലഹരി തന്നെ ആൾക്കാർക്ക്, പണ്ടും ലഹരി ഭക്തി എന്ന് പറയുന്ന ഒരു വലിയ ലഹരിയായിരുന്നു. ഇന്ന് ഭക്തിയില്ലാത്ത ലഹരിയാണ് നടക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി ഇങ്ങനെ ജസ്റ്റ് എഴുതി പോകുമ്പോൾ ഉള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞത്. കാരണം ഇന്ന് നമ്മളെ വീട്ടിൽ നിന്നും കുട്ടികൾക്ക് പഠനത്തിൽ പഠിക്കാൻ സമയം തികയുന്നില്ലെന്ന് പറഞ്ഞിട്ട് നാമജപങ്ങൾ നിർത്തിവെച്ചോ അന്ന് മുതൽ നമ്മൾ പലതും വിട്ടുപോയി നമ്മളിൽ. എന്റെയൊക്കെ വീട്ടിൽ നിരന്തരമുള്ള അച്ഛൻ ആകെ എനിക്ക് വടിയെടുത്തിട്ടുള്ളത് രാമരാമൻ ചെല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ സമയത്ത് എങ്ങനെയെങ്കിലും ഓടി വന്നിട്ട്, എന്ത് കളിക്കുന്ന സ്ഥലത്തായാലും ഓടി വന്നിട്ട് രാമ 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 രാമപാദം തീകരണേ മുകുന്ദരാമ ഭാഗ്യം, ഇത്രയേ ഉള്ളൂ. ബാക്കിയൊന്നും അറിയില്ല. ബാക്കി എന്ത് ചെല്ലുന്നു യാതൊരു പിടിയില്ല. പക്ഷെ അച്ഛന് കാണിക്കാനെങ്കിലും അത് ചെല്ലും. പക്ഷെ എന്താ ഗുണം എന്നറിയോ? ഇന്ന് ആ സമയത്ത്, ഇപ്പൊ അച്ഛനായിരിക്കുന്ന സമയത്ത് മകന് വേണ്ടി മകനെ ഇരുത്തി ചെല്ലുന്ന അവസ്ഥയുണ്ടായിരുന്നു. അന്ന് അച്ഛൻ ചൊല്ലുമ്പോഴും അച്ഛൻ ഒന്നും പറഞ്ഞതല്ല, എന്നാൽ നമ്മൾ ചെല്ലും ആ സമയത്തിരുന്നു. അതുപോലെ ഇരിക്കാൻ ഇന്ന് അച്ഛനമ്മമാർക്കും സമയമില്ല. കാരണം നമ്മുടെ മുമ്പിൽ, അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ ഈ സാധനമുണ്ട്, മകന്റെ മുമ്പിൽ ഇതുമുണ്ട് എന്ന അവസ്ഥയാണ്. ഇത് മാറേണ്ടത് നമ്മുടെ സമൂഹമാണ്. ആദ്യം മാറേണ്ടത്, ഞാൻ വീണ്ടും പറയുന്നു, ആദ്യം മാറേണ്ടത് അച്ഛനമ്മമാർ മാത്രമാണ്. പിന്നെ കുട്ടികൾ മാറിക്കോളും. ഇത് മാറാതെ എന്റെ മക്കൾ അങ്ങനെ, എന്റെ മക്കൾ ഇങ്ങനെ പരിതപിക്കരുത് എന്ന് പറയും. അപ്പൊ പറഞ്ഞു വന്ന വിഷയം മാറിപ്പോയി. നമ്മള് മെഡിറ്റേഷനെ പറ്റിയാ പറഞ്ഞു തന്നത്. അപ്പൊ ഇത്തരം മെഡിറ്റേഷനോടെ നമ്മൾ അന്ധകാരത്തെ പുറത്തോട്ട് കളയണം. അവിടെയാണ് ഈ ഫുൾ മൂൺ പോലുള്ള തെളിച്ച മകതെ. മൂണിനൊക്കെ ഒരുപാട് പ്രത്യേകത ഞാൻ ആ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഒരുപാട് പ്രത്യേകത നമ്മുടെ ജീവിതത്തിലുണ്ട് ഈ ചന്ദ്രനുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ. അപ്പോ ഇന്ന് നമ്മൾ 8:30 മണിക്ക് നമ്മൾ ഇന്ന് ഫുൾ മൂൺ മെഡിറ്റേഷൻ വീണ്ടും ചെയ്യുന്നു. ഇനി അടുത്ത മാസം. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യണം. അതുവേണ്ടി എല്ലാവർക്കും പറ്റുന്ന രീതിയിലാണ് വളരെ ചെറിയൊരു ഫീസ് മാത്രമേ ഞാൻ ഈടാക്കിയിട്ടുള്ളൂ. കാരണം അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്നതുകൊണ്ട് തന്നെ. പക്ഷെ ജോയിൻ ചെയ്യാൻ പറ്റുന്നവരുടെ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. വെറുതെ ജോയിൻ ചെയ്ത സമയം കളയണ്ടെന്ന് പറയാം. ആഗ്രഹ സഫലീകരണം ഉണ്ടെങ്കിൽ മാത്രമേ ജോയിൻ ചെയ്യാൻ. ഫുൾ മെഡിറ്റേഷൻ അതിനുള്ളതാണ്. മെഡിറ്റേഷന്റെ പവറും അല്ലെങ്കിൽ പ്രപഞ്ചോർജവുമായി നമുക്ക് എപ്പോഴാണോ താതാത്മ്യപ്പെടാൻ പറ്റുന്നത്, എപ്പോഴാണോ പ്രപഞ്ചോർജം നമ്മളിലേക്ക്, നമ്മുടെ പ്രാണമയ കോശത്തിലേക്ക് പ്രപഞ്ചോർജമാകുന്ന എന്താ പറയുക, ബ്രഹ്മോർജം നമ്മളിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നത്, അപ്പോൾ മാത്രമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയി മാറാൻ പറ്റുന്നത്. അല്ലാതിരിക്കുന്നതൊക്കെ ഇതുപോലുള്ള ഇപ്പൊ കുട്ടികളെ പറ്റി പറഞ്ഞ പോലെ ഏതോ ഒരു ലഹരിയിൽ പെട്ടുപോകുന്നു മാത്രമേ ഉള്ളൂ. അത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പൊ ജോയിൻ ചെയ്യുന്നവർക്ക്, ഇപ്പൊ ആരോ ചോദിച്ച സംശയം, ജോയിൻ ചെയ്യാൻ പറ്റും, ഇപ്പൊ ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പത്തെ പെട്ടെന്ന് ചെയ്യണം. എന്നിട്ട് അഡ്മിനെ വിളിച്ച് പറയണം. കാരണം ഞാൻ അവരോട് പറഞ്ഞിട്ട് 8:30 മണി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവര് ഫോൺ ഓഫ് ചെയ്യും. കാരണം അഡ്മിന്മാർക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റാതെ ആവുന്നു. പ്രത്യേകിച്ച് മെഡിറ്റേഷൻ കഴിഞ്ഞ ആ സമയത്ത് പിന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ 8:30 മണി വരെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ക്ലാസ്സിന്റെ ഇടയിൽ ജോയിൻ ചെയ്തോളൂ. 222 രൂപയല്ലേ ഉള്ളൂ അല്ലെ? ചെറിയ പൈസ ഉള്ളൂ. ചേർന്നോളൂ മിനിമം. ഓക്കെ. ഇനി വേറെ ആരും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ ഇന്ന് എടുക്കുന്ന ക്ലാസ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പണം 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 എന്നതിനപ്പുറത്തേക്ക് പണം കൂടി ഉണ്ടാവേണ്ട ഒരു സാധനത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. നേരിട്ട് പണമല്ല പറഞ്ഞിരിക്കുന്നത്. ഒറ്റ ചോദ്യം, ഒരു ഉത്തരം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരും റെഡി ആണല്ലോ? എല്ലാവരും റെഡി ആണെങ്കിൽ തുടങ്ങിക്കോളൂ, എടുത്തോളൂ. ക്യാപ്സൂൾ ടകടകട. യെസ്, ശാന്തമ്മ പറഞ്ഞ കാര്യം ഓൺ റെക്കോർഡ് അല്ലായിരുന്നു. പറ്റുമെങ്കിൽ ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി പറയാട്ടോ. കാരണം നിങ്ങൾ ഇത് എത്ര പ്രാവശ്യം നിങ്ങൾ പറയുന്നു അത്രയും പ്രാവശ്യം നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുകയുള്ളൂ. ലാസ്റ്റ് പറയാം. യെസ്, പറയട്ടെ. ഹാപ്പി ഇല്ല, ഹാപ്പി മറന്നുപോയോ? ഞാൻ മറന്നുപോയി. ഇതിൽ കുറെ ദിവസമായി നമ്മൾ ഗ്യാപ്പ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സിൽ ഒരു പഴയ അതില്ല, പഞ്ചില്ലാതെ പോയല്ലേ ക്ലാസ്സിന്? ഉണ്ടോ? പറയട്ടെ. അപ്പൊ നിങ്ങൾ തൃശ്ശൂർ പ്രോഗ്രാമിന്റെ ഒക്കെ ബുക്ക് ചെയ്തവർ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, സീറ്റ് ഈ ആഴ്ചത്തോട് കൺഫേം. ഇനി കറക്റ്റ് പറയാം, 25 സീറ്റ് ബാക്കിയുണ്ട്. 25 സീറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ അവസാന നിമിഷം ജോയിൻ ചെയ്തേക്കാം എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നടക്കൂല.
അതുകൊണ്ട് ഇനിയിപ്പോ ഈ ആഴ്ച തന്നെ നമുക്ക് ക്ലോസ് ചെയ്യും. അവസാനം ഒരു സീറ്റും ഉണ്ടാവില്ല ഉറപ്പാണ്. കാരണം ഇപ്രാവശ്യം അങ്ങനെ നമുക്ക് ലാസ്റ്റിലേക്ക് വെക്കാൻ പറ്റില്ല. യെസ്, എല്ലാം റെഡിയാണ്. അപ്പൊ ഒരു ചൊറ്റ ചോദ്യം, ഇത് ചോദ്യത്തിന് വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഉത്തരം പറയാവൂ. യൂട്യൂബ് വീഡിയോ കാണുന്നവരോടും, കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ യൂട്യൂബ് വീഡിയോ കാണുന്നവർ എടുക്കുന്ന റിസൾട്ട് പറഞ്ഞു. ഇന്നലെ ഒരാൾ എന്നോട് അപ്പോയിന്റ്മെന്റ് എടുത്ത് പറഞ്ഞു. ഇന്നിപ്പോ UK നിന്ന് ഉഷ പറഞ്ഞ റിസൾട്ട്, അതുപോലെ തന്നെ ഇത് കുവൈറ്റിൽ നിന്നൊരു ഒരാൾ വന്നു, ഒരു ബിസിനസ്സുകാരൻ മെസ്സേജ് അയച്ചു പറഞ്ഞു. മെസ്സേജ് അല്ല, നമ്മൾ നേരിട്ട് വന്ന് പറഞ്ഞു നമ്മുടെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് ആ ഫാമിലിക്ക് എന്നുള്ളത് അറിയുന്നത് വളരെ സന്തോഷം. അതുപോലെ ഒരുപാട് ആൾക്കാർ ഹിഡൻ ആയിട്ടുണ്ടാവും. എല്ലാവർക്കും നിങ്ങൾക്ക് അങ്ങനെ സന്തോഷം ഉണ്ടാവട്ടെ എന്നുള്ളത് തന്നെ എന്നും എന്റെ പ്രാർത്ഥന. അങ്ങനെ തന്നെ സർവേശ്വർ നിങ്ങൾക്ക് കനിമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ അത് ഈ മാസം ഞാൻ ക്ലാസ്സിൽ ഈ യൂട്യൂബ് വീഡിയോ എടുത്തതിൽ കോഴ്സിനെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു. പലരും പറഞ്ഞു നിങ്ങൾ ഈ മാസം ഒറ്റ കോഴ്സിനെ പറ്റി പറഞ്ഞു, ജേർണി ടു ഹാപ്പിനെസിനെ പറ്റി പറഞ്ഞിട്ടില്ല, ഹിപ്നോസിസിനെ പറ്റി പറഞ്ഞില്ല, പിന്നെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി പറഞ്ഞില്ല. ലോ ഓഫ് അട്രാക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തോ ഒരു ടെക്നിക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയല്ല കേട്ടോ, നമ്മൾ ഒരുപാട് കോഴ്സുകൾ ഓൺലൈൻ നടക്കുന്നുണ്ട്. ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ട്. അത് കഴിഞ്ഞ് രാത്രിയത്തെ മെഡിറ്റേഷൻ ഉണ്ട്. രാവിലെ നമ്മൾ ക്ലാസ് നടക്കുന്നുണ്ട്. ഓൺലൈൻ എന്താ പറയാ, ലോ ഓഫ് അട്രാക്ഷൻ സ്ഥിരമായിട്ട് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജേർണി ടു ഹാപ്പിനെസ് എപ്പോ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ചെയ്തവരുടെയൊക്കെ റിസൾട്ട് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾ കണ്ടതും കേൾക്കുന്നതുമാണ്. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ അടുത്ത ബാച്ച് 15-ാം തീയതി തുടങ്ങും. അപ്പൊ ഇപ്പോഴുള്ള ബാച്ച്, പിന്നെ കോച്ച് സൂപ്പർ ഡൂപ്പർ ആയിട്ട് പോകുന്നുണ്ട്. അവരൊക്കെ ഇറങ്ങും കോട്ടും ചൂട്ടൊക്കെ ഇട്ടിട്ട് ഒരു ദിവസം നിങ്ങളുടെ അടുത്തേക്ക്. അപ്പോ വ്യത്യസ്തമായി നിങ്ങൾ മനസ്സിലാക്കും. കോച്ച് നന്നായിട്ട് പോകുന്നുണ്ട്. അതുപോലെ പിന്നെന്താ, നമ്മള് 10 സീക്രട്ട് ഓഫ് മണീസ്, 10 മിറാക്കിൾ ലൈഫ്, ഇതൊക്കെ വരുന്നുണ്ട്. വേണ്ടത് ചോദിച്ചോളുക. ഞാനായിട്ട് ഇതേ കോഴ്സ് എന്നാ പിടിച്ചോ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് കോഴ്സുകൾ ഒരുപാട് എണ്ണുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഓൺ ടൈം നമുക്ക് റൺ ചെയ്തുകൊണ്ട് കോഴ്സുകളുടെ എണ്ണം 24ആണ്. 24 കോഴ്സുകൾ ഇപ്പോൾ ഓൺ ടൈം നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുസ്തകങ്ങൾ ഏപ്രിൽ ഇനിയിപ്പോ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതാണ്. തൃശ്ശൂർ പ്രോഗ്രാമിന് ആരായിരിക്കും എന്റെ 3 പുസ്തകങ്ങളെ പബ്ലിഷ് ചെയ്യുന്നത് ഇവിടുന്ന് തിരഞ്ഞെടുക്കണം. ഞാൻ നിങ്ങളിൽ ഒരാളാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്, ഞാനല്ല. പ്രശസ്തരും പ്രഗത്ഭരും എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയും അവരെല്ലാം ഉണ്ടാവണം. അവരെയൊക്കെ അനുഗ്രഹത്തോടു കൂടി നിങ്ങളിൽ 3 പേരായിരിക്കും അന്ന് ആ പുസ്തകം, അവിടെ 3 പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. ആദ്യമായിട്ടായിരിക്കും നമ്മുടെ വേദിയിൽ തന്നെ നമ്മുടെ പുസ്തകം നമ്മൾ തന്നെ പബ്ലിഷ് ചെയ്യുന്നു. ഹാപ്പിനെസ് മാസ്റ്ററി തന്നെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ അന്ന് ലോട്ടറി ടിക്കറ്റ് എടുത്ത് എന്താ പറയാ, ലക്കി ഡ്രോൾ എടുത്തിട്ട് ആളെ ആയിരിക്കും തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എനിക്കറിയില്ല. അവര് നമ്മുടെ ഒരു കോർ കമ്മിറ്റി ഉണ്ട്, കോർ കമ്മിറ്റി ആക്കും അതിനെ തീരുമാനിക്കുക എങ്ങനെയെന്നൊക്കെ എനിക്കറിയാൻ പറ്റില്ല. ഓക്കെ, സന്തോഷം. അപ്പോൾ ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം മാത്രമേ പാടുള്ളൂ. വളരെ ആലോചിച്ചുകൊണ്ട് മാത്രമേ ഉത്തരം പറയുള്ളൂ. കാരണം ഉത്തരം പറഞ്ഞവരെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ കുഴപ്പിക്കും. കൃത്യമായി അല്ല ഉത്തരമെങ്കിൽ. ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾ തയ്യാറാണോ? യെസ് നോ മാത്രം പറഞ്ഞാൽ മതി. പേരെഴുതുക, യെസ് പേര് ഇത് കാണുമല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞോളൂ. യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ഈ ഐഡിയ ആയതുകൊണ്ട് നിങ്ങളുടെ പേര് തിരിച്ചറിയാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പേര്, ഇപ്പൊ കുറെ ആൾ പേര് എഴുതുന്നുണ്ട്, പേര് എഴുതി ആളെയും കൂടി ഇത് എഴുതി കഴിഞ്ഞാൽ വളരെ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ഞാനിങ്ങനെ ഓടിച്ചു പോകുമ്പോൾ, അങ്ങനെ ഫുള്ളായിട്ട് നോക്കാൻ എനിക്ക് സമയം കിട്ടില്ല, എപ്പോഴെങ്കിലും ഓടിച്ചു പോകുമ്പോൾ ചില നിങ്ങൾ എഴുതുന്ന കമന്റിന്റെ ആ ഒരു അട്രാക്ഷൻ ആയിരിക്കും നിങ്ങളെ ചിലപ്പോൾ ഞാൻ ഓർക്കാൻ വഴി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എഴുതുന്നത് എന്താണ് കൃത്യമായി, ചില നല്ല രസമായിട്ട് എഴുതുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഞാൻ ഓർത്ത് വെക്കുന്നുണ്ട്. കുറെ ആൾക്കാരുണ്ട് അങ്ങനെ ചേർത്ത് ഒരു ദിവസം വരെ അവരെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ പോസ്റ്റ് തയ്യാറാക്കി, മറ്റേ മണിയെ പറ്റിയൊരു മൈൻഡ് സെറ്റിന് പോസ്റ്റ് ചെയ്യുക, എന്താ മറുപടി എന്ന് പറയും. ഞാൻ ഇരുന്ന് കുറേ നേരം ആലോചിച്ചു പോയി. ഞാൻ 3 ഓപ്ഷൻ കൊടുത്തിട്ട് ആ 3 ഓപ്ഷനിലും പെടാതെ ആൾക്കാർ ഇങ്ങനെ അതിന്റെ താഴെ എഴുതി വെക്കുന്ന, ക്ലാസ്സിൽ വന്നതിന് ശേഷം കൃത്യം മനസ്സിലാവും കേട്ടോ. ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റും ക്ലാസ്സിൽ പങ്കെടുക്കാത്തവരുടെ മൈൻഡ് സെറ്റും. പോരട്ടെ എസ് ഓർ നോ, പെട്ടെന്ന് പോരട്ടെ. നോ പറയുന്നവരെയാണ് എനിക്ക് ആവശ്യം, അല്ലേ? വിജയിക്കാൻ തയ്യാറ്. അപ്പൊ അത് ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരുടെ മൈൻഡ് സെറ്റും ക്ലാസ്സിൽ പങ്കെടുക്കാത്തവരുടെ മൈൻഡ് സെറ്റും ഭയങ്കര. ഞാൻ ആ ഒരു ടെസ്റ്റിമോണിയൽ ഞാനിട്ട് തൃശ്ശൂർ പ്രോഗ്രാമിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തൃശ്ശൂർ പ്രോഗ്രാമിന് അതിന്റെ ബാക്കി കുറച്ചും കൂടി എനിക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞു, നിങ്ങൾ അനുഭവങ്ങൾ എന്നോട് പറയുമ്പോൾ നല്ലതോ, നിങ്ങൾ അനുഭവിച്ച നല്ല അനുഭവങ്ങളോ തിക്ത അനുഭവങ്ങളോ എന്ത് അനുഭവങ്ങളായാലും നിങ്ങൾ വോയിസ് ആയിട്ട് അയച്ചോളൂ കേട്ടോ. എന്താണെന്നറിയോ, അത് കേൾക്കുമ്പോഴാണ് നമുക്ക് അടുത്ത പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുക. കാരണം നിങ്ങൾക്ക് ഒരാൾക്കുള്ള അനുഭവം കിട്ടുമ്പോൾ 100 പേർക്ക് അത് ഗുണകരമായി മാറും അതിനുള്ള മറുപടി. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞോളൂ, പരാതിയായിട്ട് പറയരുത്.
മറ്റൊന്നും പറഞ്ഞു. പരാതിയായിട്ട് ഞാൻ ഇങ്ങനെ സംഭവിച്ചു. പരാതി സാറേ കിട്ടിയില്ല, അയ്യോ പോയല്ലോ, അത് മാത്രം പറയാം. ഞാൻ അതിനപ്പുറത്തേക്ക് ഞാൻ കേൾക്കൂല, അവിടെ നിർത്തും. കാരണം എന്താ പറയുക, എനിക്ക് ആവശ്യമില്ലാത്ത ഞാൻ കേൾക്കൂലെന്നേ. അത് പഠിച്ചുപോയി, ശീലിച്ചുപോയി. എനിക്ക് ആവശ്യമില്ല തുടങ്ങുമ്പോൾ പറയും സാറേ അയ്യോ പോയേന്നും പറഞ്ഞു നോക്കിയാൽ ഞാൻ അവിടെ നിർത്തും. പിന്നെ അതിനപ്പുറം നിങ്ങൾ എന്ത് നല്ലത് പറഞ്ഞാലും ഞാൻ കേൾക്കൂല. അത് കേൾക്കാൻ വളരെ സാധ്യത കുറവാണ്. നല്ല കാര്യങ്ങളായി പരാതി ആയാലും അതിന് മറ്റൊരു രൂപത്തിൽ പറയാൻ ശ്രമിക്കുക. ഓക്കെ, ശരി. അപ്പോ ഇത്ര പേരേ ഉള്ളൂ അല്ലെ? കുറച്ചു പേർക്ക് മാത്രമേ വിജയം വേണ്ടു. അപ്പൊ വിജയം വേണം എന്ന് ആഗ്രഹിക്കാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ക്ലാസ് എടുക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് വിജയമില്ല, എന്തുകൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടു, അല്ലെ? ഇപ്പൊ നിങ്ങളല്ല, ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞത്. എന്തുകൊണ്ട് പറയാം, അങ്ങനെയല്ലേ പറയാം, അങ്ങനെ എടുക്കാം, എന്ന് തിരിച്ചെടുക്കാം. വിജയിക്കാനുള്ള ഫോർമുല പറയുന്നതിന് കാണുന്നല്ലേ തോറ്റവന്റെ ഫോർമുല പറയുന്നതല്ലേ നല്ലത്? എന്തുകൊണ്ട് തോറ്റു അല്ലെ? പണ്ട് ആ സന്ദേശം സിനിമയിൽ പറയില്ലേ, സഖാവ് ഒരു കാര്യം ചെയ്യൂ, എന്തുകൊണ്ട് തോറ്റു എന്ന് ലളിതമായ ഭാഷയിൽ ഒന്ന് പറഞ്ഞു തരും എന്ന് പറഞ്ഞ പോലെ നമുക്ക് തോറ്റത് എന്തുകൊണ്ടാന്ന് പറയാം, ജയിച്ചത് എന്തുകൊണ്ടാന്ന് പറയുന്നതിനേക്കാളും തോറ്റത് എന്തുകൊണ്ട് പറയാം, അല്ലെ? പറ്റുമോ നോക്കാം, ഞാൻ ശ്രമിച്ചു നോക്കാം. എനിക്ക് അങ്ങനെ പറഞ്ഞിട്ട് ശീലമില്ലെങ്കിൽ പറഞ്ഞു നോക്കാം. അപ്പൊ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 തന്ത്രങ്ങൾ പറഞ്ഞുതരാം. വിജയിക്കാൻ ഉള്ള 5 തന്ത്രങ്ങൾ പറയുന്നത് തോറ്റവരുടെ 5 തന്ത്രങ്ങളെ പറ്റി, തോൽക്കാനുണ്ടായ 5 തന്ത്രങ്ങൾ, തോറ്റവർ പാലിക്കാത്ത 5 തന്ത്രങ്ങൾ പറയാം. അപ്പൊ നിങ്ങളത് ചെയ്തോളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റെഡിയാണല്ലോ? റെഡി. പരിശ്രമം കുറഞ്ഞു പോയത് കൊണ്ട് തോറ്റു. കറക്റ്റ്, പരിശ്രമം കുറഞ്ഞുകൊണ്ട്. അതൊറ്റ വാക്കിൽ തീർന്നു. അത് മാത്രമല്ല ലബീന കാര്യം, പരിശ്രമം കുറഞ്ഞത് കൊണ്ട് മാത്രം തോൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ, പക്ഷെ പരിശ്രമം മാത്രം പോരാ. പരിശ്രമം മാത്രം കൊണ്ട് വിജയിക്കില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. സ്വപ്നങ്ങൾ എല്ലാവരും കാണാറുണ്ടല്ലേ? സ്വപ്നം കാണാത്തവരാരുമില്ലല്ലോ. സ്വപ്നം കണ്ടവരെല്ലാരും വിജയിക്കുമോ? സ്വപ്നം കണ്ടു കഴിഞ്ഞ് എല്ലാ സ്വപ്നങ്ങളും ഫലിക്കുമോ? സ്വപ്നം കാണാൻ പറ്റിയാൽ വിജയിക്കുമോ? ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മോട്ടിവേഷൻ പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ടാണ്, സ്വപ്നങ്ങൾ കാണൂ, അത് നേടൂ എന്ന്. അതൊരു ആലങ്കാരിക പദം മാത്രമാണ്. സ്വപ്നം കണ്ടതെല്ലാം ഫലിക്കില്ല. സ്വപ്നം കാണുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ വിജയം ഉണ്ടാവുകയുള്ളൂ. സ്വപ്നം കാണുന്നത് ആവശ്യമാണ്, പക്ഷേ അതിനനുസരിച്ച് പ്രവർത്തിക്കും. ഭക്ഷണം കഴിച്ചത് കൊണ്ട് മാത്രം ആരോഗ്യം ഉണ്ടാകുമോ എന്ന അതേ ചോദ്യത്തിന് മറ്റൊരു രൂപമാണ്, സ്വപ്നം കണ്ടത് കൊണ്ട് മാത്രം വിജയം ഉണ്ടാവില്ല, അതിനു വേണ്ടി പ്രവർത്തിക്കണം. ഭക്ഷണം കഴിച്ചാൽ മാത്രം ആരോഗ്യമുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന എത്ര പേരിവിടെ ഉണ്ട്? ഫുഡ് മേക്ക് യു ഹെൽത്തി, അല്ലെങ്കിൽ ഗുഡ് ഫുഡ് മേക്ക് യു ഹെൽത്തി. ആരും ഉണ്ടോ? ഉണ്ടാവും. ചിലവർ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ വിജയിക്കുമെന്നാണോ സച്ചിന പറഞ്ഞത്? എന്നാൽ ഇല്ല കേട്ടോ, ഒരിക്കലും പോസിബിൾ അല്ല. സ്വപ്നം കാണണം, സ്വപ്നം ഉണ്ടായാലേ വിജയമുള്ളൂ. പക്ഷെ സ്വപ്നം മറ്റൊരു യാഥാർത്ഥ്യമാക്കാൻ ശ്രമം നടത്തണം. നിങ്ങൾ ക്ലാസ് എടുക്കാൻ എനിക്ക് ഭയങ്കര സുഖമാണ്, കാരണം നിങ്ങൾ ഏകദേശം നമ്മൾ ഇത്ര ദിവസം ഇരുന്നപ്പോൾ നമ്മൾ ട്രാക്കിൽ വന്നതുകൊണ്ട്. അപ്പോ വിജയിക്കാനുള്ള ആദ്യ പടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തോറ്റവർ ശ്രദ്ധിക്കാതെ പോയ ആദ്യ പടി എന്ന് പറഞ്ഞത്, അവരെല്ലാം സ്വപ്നം കണ്ടിരുന്നു, പക്ഷെ പ്രവർത്തിക്കാൻ തയ്യാറായില്ല. അവരെല്ലാം സ്വപ്നം കണ്ടിരുന്നു, പക്ഷെ പ്രവർത്തിച്ചില്ല. ഇനി 5 കാര്യങ്ങൾ പറഞ്ഞു പോകാം. വിജയിക്കാൻ വേണ്ടിയുള്ള 5 കാര്യങ്ങൾ ഒന്നുകൂടി കൃത്യമായി പറഞ്ഞു തരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില തത്വങ്ങളെ പറ്റി പറഞ്ഞു തരാം. നമുക്ക് വിജയിക്കണമെങ്കിൽ ജീവിതത്തിൽ വിജയം പല രീതിയിലാന്ന് പറഞ്ഞു. എന്താണ് വിജയം എന്നതിന് അവരവർ നിർവചിക്കേണ്ട കാര്യമാണ്. പക്ഷെ കോമൺ ആയിട്ട് നമ്മുടെ വിജയം എന്ന് പറയുന്നത് എന്താണ്? സന്തോഷവും സമാധാനവും സംതൃപ്തിയും പിന്നെ സമൃദ്ധിയുമുള്ള ഒരു ജീവിതം ഉണ്ടാവുക. ഇതാണ് വിജയത്തിന്റെ അടിസ്ഥാന തത്വം. സക്സസ് എന്ന് പറയുന്നത് ഈ 4 ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി. ചിലവർക്ക് മാറി ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും, പക്ഷെ അടിസ്ഥാനം ഇതാണ്. അല്ലെങ്കിൽ പീസ് ഓഫ് മൈൻഡ്, എല്ലാത്തിന്റെയും അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് സമാധാനപരമായ ജീവിതം. അപ്പൊ സമാധാനപരമായ ജീവിതത്തിന് ഭൗതികമായി എല്ലാ കാര്യങ്ങളും വേണം, അല്ലെ? എല്ലാ കാര്യങ്ങളും വേണം. ഭാര്യ വേണം, ഭർത്താവ് വേണം, കുഞ്ഞുകുട്ടികൾ വേണം, വീട് വേണം, കുടുംബം വേണം, സ്വത്ത് വേണം, സ്വർണം വേണം, സാരി വേണം,
പാന്റ് വേണം, ഷർട്ട്, ഇതെല്ലാം വേണം. ഇതെല്ലാം ഉണ്ടായാലേ പറ്റുള്ളൂ. ഇതൊന്നും ഇല്ലാതെ ഞാൻ വളരെ സന്തോഷവതിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ശാന്തമ്മ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഇരിക്കുക, അല്ലെങ്കിൽ വീഡിയോ ഓഫ് ചെയ്യുക. ഒരു സ്ഥലത്തിരിക്കും, ഒരു സ്ഥലത്തിരിക്കുക, അല്ലെങ്കിൽ വീഡിയോ ഓഫ് ചെയ്യുക. തൽക്കാലം ഞാൻ വീഡിയോ ഓഫ് ചെയ്തു. ഓക്കെ. അപ്പോ കൃത്യമായി നമുക്ക് വിജയം എന്തിൽ വേണം എന്നുള്ള നിർവചനമാണ്, എന്തൊക്കെ നമുക്ക് വേണം എന്നുള്ള കൃത്യമായ നിർവചനമാണ് വിജയത്തിലേക്കുള്ള പടി, ഒന്നാമത്തെ പടി എന്ന് എഴുതി വെച്ചോളൂ. ക്ലാരിറ്റി ഓഫ് വിഷൻ എന്ന് പറയുന്നത് വ്യക്തമായ കാഴ്ചപ്പാട് വേണം. എനിക്ക് എന്തൊക്കെ ജീവിതത്തിൽ വേണം, എന്തൊക്കെ ജീവിതത്തിൽ വേണം എന്നത് പർപ്പസ്, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണ്, എന്തിനാണ് ഞാനിവിടെ ജീവിക്കുന്നത്, എന്തിനോ വേണ്ടി ജീവിക്കുകയല്ല, എന്തിനു വേണ്ടി ഞാൻ ജീവിക്കുന്നു എന്ന ബോധം എപ്പോഴാണ് ഒരാൾക്കുള്ളത്, അപ്പോൾ മാത്രമേ അയാൾക്ക് വിജയാവാനുള്ള ഒന്നാമത്തെ പടി ചവിട്ടാൻ പറ്റുള്ളൂ. ഇവിടെ സങ്കടപൂർവ്വം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളുടെ മുമ്പ്, എന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ സഹോദരിമാരെയും ചേർത്ത് പറഞ്ഞോട്ടെ, ഏറ്റവും കൂടുതൽ സഹോദരിമാർ തോറ്റുപോയിട്ടുള്ളത് ഈ ഒരൊറ്റ കാര്യത്തിലാണ്. 90% ആൾക്കാർക്കും അങ്ങനെ ഒരു ചിന്തയേയില്ല. എന്റെ ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം, എന്റെ മക്കൾ ഇങ്ങനെ ആയിരിക്കണം, എന്റെ വീട് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ട്. ഞാൻ എന്തായിരിക്കണമെന്ന് 90% ആൾക്കാർക്കില്ലെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയോ? 90% ആൾക്കാർക്കില്ലെന്ന്. ചിലപ്പോ നിങ്ങൾ തന്നെ എന്താ പറയുക, ആന്റി ഫെമിനിസ്റ്റ് എന്നൊക്കെ വിളിച്ചോളൂ, ഒന്നും കുഴപ്പമില്ല. എന്നാലും കുഴപ്പമില്ല, സത്യത, നഗ്ന സത്യമാണ്. ഇവിടെ വന്നപ്പോ നിങ്ങൾ കുറച്ചൊക്കെ പറയണ്ട, ഇല്ലല്ല അത് പറ്റില്ല, എനിക്ക് വേണം. ഇപ്പോഴും പച്ചക്ക് പറഞ്ഞാൽ ഇപ്പോഴും അല്ല, വാക്ക് തബലയെന്നോ, അങ്ങനെ തബലകളാവാനാണ് നിങ്ങൾക്ക് താല്പര്യം. ഭർത്താവ് പറയുന്നതോ മക്കൾ പറയുന്നതോ അച്ചോടം കേട്ട് അവർക്ക് വേണ്ടിയുള്ള വീട്ടിലെ പണികൾ എടുത്ത് ജീവിച്ചു പോകാൻ മാത്രമേ താല്പര്യപ്പെടുന്നുള്ളൂ. ഒന്നും എന്നെ കല്ലെറിയരുത്, സത്യമായ കാര്യം പറഞ്ഞാൽ. ഇതെന്താ ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞ? ഗിരിജ ബാക്കിലോട്ട് നോക്കാണ്, സുരേഷ് വരുന്നുണ്ട്, സുരേഷ് എങ്ങാനും ഇത് കേൾക്കുന്നുണ്ടോ? കേട്ട് കഴിഞ്ഞാൽ കാത്തറിയാം. ഇത് സത്യമാണ്. മുരളി സാറെ അംഗീകരിച്ചേ പറ്റൂ. ഇതിങ്ങനെയൊക്കെയാണ് നമ്മൾ, ഇങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. പക്ഷെ അതങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. പക്ഷെ സത്യമാണ്. രഞ്ജൻ സാർ അങ്ങനെയൊന്നുമല്ല, കുറച്ചും കൂടി മുതിർന്നു പോയി. അതുകൊണ്ട് ആരുടെ കുറച്ച് മാത്രമേ ഉള്ളൂ അല്ലേ, ബാക്കിയുള്ള കേൾക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് അംഗീകരിക്കുന്നവരെല്ലാവരും ഒന്ന് പറഞ്ഞ് കറക്റ്റാന്ന്. ആണ്. ഇപ്പോൾ ഇന്ന് നേരത്തെ എന്നെ ഒരാള് ഫോൺ വിളിച്ചിട്ട് അവര് സത്യമായിട്ട് അവര് ഉണ്ടോ ഇല്ല സന്തോഷപൂർവ്വം പറയാണ്, ഒറ്റ പ്രശ്നമാണ് സാറേ, എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഈ മനുഷ്യൻ 3 ദിവസമായിട്ട് ഇവിടെ രാവിലെ മുതലേ കള്ളുകുടിയാണ്. കള്ളു കുടിക്കുക, ഒച്ചപ്പാടുണ്ടാക്കുക, വീട്ടിലെ സാധനങ്ങൾ എടുത്തറിയുക, ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഭക്ഷണം എടുത്തിട്ടറിയുക. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, വീട്ടിൽ ചിരവയുണ്ടോ പെങ്ങളെന്ന് ചോദിച്ചു. ഉണ്ട്. അപ്പൊ അയാളെ തലയുണ്ടോ എന്ന് ചോദിച്ചു. ചിരവിയും തലയുണ്ടോ വെച്ചാൽ ബാക്കി ഞാൻ പറയണ്ടല്ലോ അല്ലെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വീട്ടിലിരുന്ന് കള്ള് കുടിച്ചിട്ട് സ്വന്തം ഭാര്യയെ തല്ലുന്നവന്റെ തലയിലേക്ക് ഒരു ചിരവ കൊണ്ട് അടിച്ചാൽ ഒരു തെറ്റും ഇല്ല. കൊല്ലരുത് കേട്ടോ, ഒരു അടിയെ കൊടുക്കാൻ കൊല്ല എന്ന് അത്രയും എളുപ്പത്തിൽ പറയാം. നിങ്ങൾ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ആക്കുന്നത്. നിങ്ങൾ എന്തെന്നറിയോ, ഭർത്താവ് എന്ത് ചെയ്താലും ഭാര്യ സഹിക്കണമെന്ന ഫിലോസഫി കൊണ്ട് നടക്കുന്ന സമൂഹം മാറണം. അങ്ങനെയല്ല സമൂഹം. ഭാര്യയും ഭർത്താവും ഒക്കെ ജീവിതത്തിൽ ഒരുപോലെയാണെന്ന് അംഗീകരിക്കുകയും അവരെ പരസ്പരം ഒരേപോലെ ജീവിക്കുകയും ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ല ഭാര്യ ഇങ്ങനെയാണ്, ഭർത്താവ് അങ്ങനെയൊന്നും ലോകത്ത് എവിടെയും പറഞ്ഞിട്ടില്ല. ഇത് എവിടെ നിന്ന് കൊണ്ടുവന്ന സംഭവം, ഇത് ആരാ ഇത് കൊണ്ടുവന്നത്, എവിടുന്നാ കൊണ്ടുവന്നത് സാർ? അങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞത്, നിന്റെ അടുത്തൊന്ന് വരും, ഞാൻ സംസാരിക്കാം. സത്യമായിട്ട് പറയണ്ട, ഭയങ്കര ഞാൻ ഈ കാര്യത്തിൽ ഒട്ടും അക്സെപ്റ്റബിൾ അല്ലാത്തൊരു കാര്യമാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ആകെയുള്ളത് ഭർത്താവ് പണിയെടുക്കുന്നു, ഭാര്യയും പണിയെടുക്കുന്നു. ഭർത്താവിന് ശമ്പളം കൂടുതൽ കിട്ടി ഭാര്യ ഒരേ ജോലി ചെയ്ത് ഭർത്താവിന് ശമ്പളം ഭാര്യയ്ക്ക് വേറെ ശമ്പളമാണ്, അത് വിവേചനമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ആകെയുള്ള ഫിസിക്കൽ സ്ട്രെങ്തിനകത്ത് നമുക്കുള്ള ആണുങ്ങൾക്കുള്ള സ്ട്രെങ്ത് മറ്റൊരു രൂപമാണ്,
പെണ്ണുങ്ങൾക്കുള്ള ശക്തി പറ്റില്ല. അതാണ് ഭാരതീയ സംസ്കാരത്തിൽ എപ്പോഴും പഠിച്ചിട്ടുള്ളത്. ശക്തിയില്ലെങ്കിൽ ശിവനില്ല, ഒരു പ്രാധാന്യം ഇല്ല. ദേവി ഇല്ലെങ്കിൽ ദേവന് ഒരു പ്രാധാന്യം ഇല്ല, പോസിബിളേ അല്ല. നമ്മളിൽ രണ്ടു ചൈതന്യങ്ങളും അടങ്ങാത്തിടത്തോളം കാലം ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റില്ല. ടിൻ ഫ്രെയിം എന്നൊക്കെ പറയും, അതിന്റെ രണ്ട് അർദ്ധനാരീശ്വര സത്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് രണ്ടും രണ്ടുപേരിലും ഉണ്ടാവണം. താങ്ക് യു ലിബ്ന, കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു കഴിയുമ്പോഴേക്കോട് അർദ്ധനാരി സങ്കല്പങ്ങളൊക്കെ എപ്പോഴും ഇതൊക്കെ ഈ സംസ്കാരത്തിൽ മാത്രം ഉള്ളതാ, മറ്റെവിടെയും കേൾക്കാത്തൊരു സംഭവമാണ് നമുക്കുള്ളത്. എന്നിട്ട് ആ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ എന്തേ ഇങ്ങനെ ആയിപ്പോയത്? അപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്ന കാര്യത്രേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാ, നമുക്ക് എന്താവണം എന്ന്, ആദ്യം എനിക്കെന്താവണമെന്ന് കൃത്യമായ ക്ലാരിറ്റി വേണം. ഇത് ഉണ്ടാവണം, കൃത്യമായി ഉണ്ടാവണം. റംലത്ത് പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ ഭർത്താവിനെ ഉപേക്ഷിച്ചൊന്നും അല്ല റംലത്തെ. യു ബിക്കം എ ഫ്രീ. നിങ്ങൾ സ്വയം ഫ്രീ ആയ ചെയ്തത്. നിങ്ങൾക്ക് വലിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു പ്രാരാബ്ധത്തെ കയറിക്കൊണ്ടുപോകേണ്ട ഒരു കാര്യം നമുക്കില്ല. അതിലെന്ത് കമ്മിറ്റ്മെന്റ് ആണുള്ളത്? ഭർത്താവ് എന്ന പേരിൽ എവിടെയാണ് ഇതിനകത്ത് ചാർത്തി വെക്കുന്ന സാധനം ഉള്ളത്? ഒന്നുമില്ല. നമ്മളെ മനസ്സ് നമ്മൾ തന്നെ ശരിയില്ലാതിരിക്കും. നമ്മൾ തന്നെ എപ്പോഴും വഴക്കിലാണ്. മനസ്സും ഞാനും തമ്മിൽ എപ്പോഴും വഴക്കിലാണ്. പിന്നല്ലേ മറ്റൊരാളെ പറ്റി നമ്മൾ പറയുന്നത്? അങ്ങനൊന്നുമില്ല. യെസ്, പരസ്പരം മനസ്സിലാക്കി, ഓക്കെ, അത് അവിടെ പോട്ടെ. അപ്പൊ ക്ലാരിറ്റി ഓഫ് വിഷൻ ആൻഡ് പർപ്പസ് ഓഫ് ലൈഫ്, ഇതില്ലാത്തവർക്ക് ഒന്നും സാധ്യമല്ല. വിജയം എന്ന് പറഞ്ഞവർക്ക് പോസിബിളേ അല്ല. നമ്മൾ വിജയത്തെ പറ്റി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആകെ കേട്ടിട്ടുള്ളത് ബിസിനസ്സിൽ വിജയിച്ചവർ, ബിസിനസ് വലിയ ബില്യനേഴ്സ് ആയവർ. അതൊക്കെ സത്യമാണ്. അവർക്ക് കൂടുതൽ വിജയിച്ചു, കൂടുതൽ പൈസ ഉണ്ടായപ്പോൾ അവരെ സമൂഹത്തിൽ കൂടുതൽ അറിയാൻ തുടങ്ങി, സന്തോഷം. പക്ഷെ ചെറിയ ചെറിയ കാര്യം, ഞാൻ ഒരു ഉദാഹരണം പറയാം, നിങ്ങളൊക്കെ ഒറ്റത്. നിങ്ങൾ ഇപ്പൊ അടുത്ത കാലത്തായിരിക്കും സുധാമൂർത്തിയെ പറ്റി കേട്ടിട്ടുണ്ടാവാം. സുധാമൂർത്തി അറിയാലോ, ഇൻഫോസിസിന്റെ ചെയർമാന്റെ വൈഫ്. അവർ അന്ന് എത്രയാ, അവർ ഹിസ്റ്ററിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. എത്ര വർഷം മുമ്പേ എഞ്ചിനീയർ ആയിട്ട് അവർ കഥയൊക്കെ ഞാൻ പറയില്ല. അവർ ഭർത്താവിന്റെ കാര്യത്തിന് വേണ്ടി, മക്കളുടെ കാര്യത്തിന് വേണ്ടി എല്ലാം തൽക്കാലത്തെ മാറ്റിവെച്ചു. അവരെ കൃത്യമായി മോൾഡ് ചെയ്തു, അവരെ കൃത്യമായി റെഡിയാക്കി. ഇന്നാരാണ് അവരെ മൂത്ത മോൾ. അത്രയും കൃത്യമായ ഒരു പ്ലാൻ ചെയ്ത് റെഡിയാക്കിയിട്ട് വിഷൻ എങ്ങോട്ട് പോകണമെന്ന് പ്ലാൻ ചെയ്തു. അത് കഴിഞ്ഞ് ഭർത്താവ് ഒരു റിട്ടയർഡ് ആയി, അവരെല്ലാം കൂടി സ്വസ്ഥമായിരിക്കുമ്പോൾ ഇവര് തുടങ്ങി. ഇന്ന് അവർ ആരാ? ആ വിഷനാണ്, അന്ന് സെറ്റ് ചെയ്ത വിഷനാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അതുണ്ട്? ഇപ്പൊ ഓക്കെ, കുട്ടികളെ നോക്കണം, ശരിയാണ്. സ്മിതക്കാണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാനുണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്. സോ വാട്ട് യു ഡു നെക്സ്റ്റ് ടു ദാറ്റ്? അത് കഴിഞ്ഞാൽ അവരവര് വഴിക്ക് പോകും. കുട്ടികൾ കഴിഞ്ഞാൽ അവർ വഴിക്കും. പിന്നെ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രമാദേവി അമ്മ ഇവിടെ പറഞ്ഞത് 67 വയസ്സായിട്ടുള്ള എനിക്ക് ഇനിയും സമയമുണ്ട്. ദാറ്റ്സ് എ പോയിന്റ്. നിങ്ങൾ ഇപ്പോൾ ആലോചിക്കൂ, ഇന്ന് ആലോചിക്കൂ, ഇനിയും സമയമുണ്ട്. ജീവിതത്തിൽ വിജയിക്കണോ? ഇനിയും സമയം വൈകിയില്ല. ജീവിതം വിജയിക്കാൻ കുറെ സമയമൊന്നും വേണ്ട. 1 വർഷം മതി, 2 വർഷം മതി. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു എന്ന കണക്കുമായിട്ട് എവിടെയും പോകരുത്. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ജീവിതത്തെ പറ്റി നമ്മൾ എന്ത് തീരുമാനിച്ചു, ഇതാണ് ക്ലാരിറ്റി ഓഫ് വിഷൻ. ഇതില്ലാത്തവൻ വിജയിച്ചു എന്ന് പറയാനേ പറ്റില്ല, ഒരിക്കലും പോസിബിളേ അല്ല. എന്താ വിജയിക്കണം? എവിടെയൊക്കെ വിജയിക്കണം? എന്താ വിജയിക്കണം? വിജയം എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ കാശുണ്ടായാൽ മാത്രം മതിയോ? എന്റെ ഭർത്താവിന് കാശുണ്ട് അതുകൊണ്ട്. ഇത് വളരെ തെറ്റാണ്. ഭർത്താവിന്റെ കാശ്, നിങ്ങൾക്ക് നിങ്ങളുടെ കാശ്, സ്വന്തമായി കാശുണ്ടാക്കണം, എന്നിട്ട് ജീവിക്കണം, എന്നിട്ട് മേടിച്ചിടണം. ഇതാരാണ് ഈ സമയത്ത് ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ വിളിച്ചോണ്ടിരിക്കണേ? ഹലോ, ഓക്കെ. എനിക്ക് വിജയിക്കണം എന്നല്ല, ഞാൻ വിജയിക്കും. എനിക്ക് വിജയിക്കണം എന്ന് പറയണ്ട ആരോടാ പറയണേ? ഞാൻ വിജയിക്കും. റമലത്ത് തിരുത്തി എഴുതിക്കോ, നിങ്ങൾ ഇപ്പൊ എഴുതിക്കോ, എഴുതി വെച്ചോളൂ. ആദ്യത്തെ, എനിക്ക് ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ട്, എഴുതി വെച്ചോളൂ. എനിക്ക് ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്. ഇതെല്ലാവരും എഴുതണം. എനിക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്, ഞാൻ വിജയിച്ചിരിക്കും. ദൃഢനിശ്ചയത്തോടെ പറയൂ. നിങ്ങൾക്ക് പറ്റാത്ത ഒരു കാര്യം ഓരോ ആൾക്കും പറ്റും. പണ്ട് നമ്മൾ ഓരോ ആൾക്കും ആർക്കാ പറ്റാത്ത? വ്യത്യസ്തമായിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ സ്വയം ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അകത്തുനിന്ന് ഇറങ്ങി വരും ഈ സാധനം. ഇവിടെ തന്നെ നിന്നോളൂ, ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് വഴികൾ. നിങ്ങൾ ഓരോ ആളെയും വിജയിപ്പിക്കുന്നത്. പക്ഷെ പണിയെടുക്കണം, വർക്ക് ചെയ്യണം. വെറുതെ വിജയിക്കാൻ പറ്റും ആരും വിചാരിക്കരുത്, കൃത്യമായിട്ട്. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഇത് വളരെ ശ്രദ്ധയുള്ള കാര്യമാണ്. വളരെ ശ്രദ്ധയുള്ള കാര്യമാണ്.
പലർക്കും അതില്ലാതെ പോകുന്നു. ഉണ്ടോ ഇല്ലോ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പുതിയതിനെ അല്ലെ പുതിയതിനെ പുൽകാനുള്ള കഴിവ്, പുതിയതിനെ അംഗീകരിക്കാനുള്ള കഴിവ്, പുതിയ കാര്യങ്ങളിൽ നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ബിലീവ് ഇൻ പോസിബിലിറ്റി, പുതിയ പുതിയ കാര്യങ്ങൾ നേടുന്നതിനെ പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം. എന്ത് കാണുമ്പോൾ ഇതിൽ എനിക്കെന്ത് കിട്ടും, എനിക്കിതിനൊരു സാധ്യത എന്താണ്, എനിക്കിതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ഒരു പുസ്തകം കാണുമ്പോൾ ആ പുസ്തകത്തിൽ കുഴിന്നിറങ്ങിക്കഴിഞ്ഞാൽ എന്തോ ഒരു സാധനം എനിക്ക് കിട്ടാനുണ്ടാവുന്ന ഒരു ചിന്ത വരണം. പുസ്തകം കാണാൻ അയ്യോ അത് പുസ്തകം എന്ന് പറയുന്ന ഗ്രോത്ത് മൈൻഡ് സെറ്റ് അല്ല. വായിക്കാതെയും പുതിയ കാര്യങ്ങൾ പഠിക്കാതെയും ഒരു മനുഷ്യനും ഇന്നേ വരെ ജീവിതത്തിൽ എങ്ങും എത്തിയിട്ടില്ല. എങ്ങും എത്തിയെന്ന് തോന്നുന്നു വെറും എന്താണ് മിഥ്യാധാരണയിലെ മൂഢസ്വർഗത്തിലാണ്. കാലത്തിനനുസരിച്ച് മാറാത്തവർ, ഇന്നിപ്പോ ഞാൻ മാറാത്തവരെ പറ്റി പറയുന്നത്, നിങ്ങൾ മാറിയോ? ചിലർക്ക് തോന്നി എനിക്കതൊന്നും പറ്റില്ല, ഞാൻ അയ്യോ എന്നെ കൊണ്ടത് പറ്റില്ല എന്ന് പറയുന്നവരോട് ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. 20 വർഷം മുമ്പ് നിങ്ങളൊന്നും മൊബൈൽ കണ്ടിട്ടില്ല. നിങ്ങളുടെ 30, 25, 30 വർഷ കാലഘട്ടത്തിൽ മൊബൈലിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. ഇന്ന് എവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സൂം പ്രസ് ചെയ്യുകയും ചെയ്യും, അൺമ്യൂട്ട് ചെയ്യുകയും ചെയ്യും, വീഡിയോ വയ്ക്കുകയും ചെയ്യും, വീഡിയോ നോക്കി നിങ്ങളെ തന്നെ നോക്കുകയും ചെയ്യും, മറ്റുള്ളവരെ കാണുകയും ചെയ്യും, ഒക്കെ ചെയ്യുന്നു. 20 വർഷം എടുത്തു എന്നേ ഉള്ളൂ നിങ്ങളിലേക്ക് അത് എത്തിപ്പെടാനായിട്ട്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഈ സാധനം കിട്ടിയിട്ട് മാക്സിമം നിങ്ങൾ എടുത്തിട്ടുണ്ടാവുന്ന സമയം 1 മാസമായിരിക്കും മാക്സിമം സമയം ഇത് പഠിക്കാനായിട്ട്. അതിൽ കൂടുതൽ എടുത്തിട്ടില്ല. അതേപോലെ നിങ്ങൾക്ക് ഏത് സാധനവും പഠിക്കാൻ ഇത്രയും സമയം വേണ്ട ഇന്നത്തെ കാലത്ത്. കാലം മാറി. പക്ഷെ ഇപ്പോഴും ഞാൻ തൊടില്ല എന്ന് പറയുന്ന മനസ്സുള്ളവരുടെ വിഷയം ഗ്രോത്ത് മൈൻഡ് സെറ്റ് അല്ല. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എല്ലാവർക്കും മുമ്പിലോട്ടുള്ള യാത്ര പറഞ്ഞിട്ടേ ഇല്ല, അവിടെ തന്നെ ഇരിക്കുക. ഈ മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് മാത്രമേ വിജയിക്കാൻ സാധിക്കുള്ളൂ. ഇതുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? എത്ര പേർക്കുണ്ട്? ഞാനിപ്പോ നേരത്തെ ക്ലാരിറ്റിയോ വിഷനും പർപ്പസും പറഞ്ഞപ്പോ ആകെ 3-4 മാത്രമേ ചിന്തിച്ചുള്ളൂ. അത് ഉണ്ട് എന്ന് ഇല്ലെങ്കിൽ ചിന്തിച്ചോളൂ. ഞാൻ പലവട്ടം ഇവിടെ റിപ്പീറ്റഡ് ആയി പറയുന്നതാണ്, വിഷൻ ഉണ്ടാവണം, ലക്ഷ്യമുണ്ടാവണം ജീവിതത്തിൽ. ഇല്ലെങ്കിൽ സമയം കളയരുത്. ജീവിതം വേണ്ട, പിന്നെ അത് ആവശ്യമില്ലാത്ത സാധന. ഒരു ആവശ്യമില്ല. എന്തിനാണ് ഈ ഭൂമിക്ക് മാറുന്നത്? ഒരു ലക്ഷ്യമില്ലാത്ത ജീവിതം കൊണ്ട് ആർക്കാ ഗുണമുള്ളതെന്ന് ആലോചിക്കുക. അപ്പോ അതൊന്നും ഇല്ലാത്തവർ ഉണ്ടാക്കിയെടുക്കാൻ നോക്കൂ. നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഈ പറയുന്ന ക്ലാസ് കേട്ടിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി കാശ് എനിക്ക് തന്നിട്ട് കുറച്ച് ലക്ഷ്യബോധം ഉണ്ടാക്കാൻ ക്ലാസ്സിലേക്ക് തന്നു. അവിടെ ഉണ്ടാക്കി തന്നെ, അവിടെ കുത്തിയിരുന്ന് ഇങ്ങനെ ചതച്ചാണ് ഇഞ്ചി പരുവത്തിലെ കുത്തമല കുത്തി എഴുതൂ എഴുതൂ എഴുതൂ. എന്നിട്ട് എഴുതാത്ത എത്ര പേരുണ്ടെന്ന് അറിയും. പൈസയും തന്നിട്ട് 2000 രൂപ ക്ലാസ്സിൽ വന്നിട്ട് ഒരു 3 ക്ലാസ്സുകൾ അടക്കിയിട്ടും എഴുതൂ 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 എങ്ങനെ കുത്തി പറഞ്ഞു, ഒരു രക്ഷയില്ല. അവസാനം വിട്ടിട്ട് പോയി. ഇത്രയും ആൾക്കാരുണ്ട്. നന്നാവാൻ തീരുമാനിച്ച വലിയ സമയമൊന്നും വേണ്ടെന്ന് ഇത് ആർക്കും പറ്റും. യെസ്, അറിവ് അനന്തമാണ്, അത് എപ്പോഴും നേടിക്കൊണ്ടേയിരിക്കണം. അപ്പോ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഒരു ജീവിതത്തിൽ ലക്ഷ്യമുണ്ടാക്കുക. അത് കണ്ടെത്തൽ എളുപ്പമല്ല, പക്ഷെ അത് നിരന്തര പ്രയത്നത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇനി ഗ്രോത്ത്. മൂന്നാമതായി, എല്ലാത്തിനും ഒരു സ്ഥിരത വേണം. ഇന്ന് ചെയ്യുന്ന പരിപാടി നാളെ ചെയ്യാനും, നാളെ ചെയ്ത് മറ്റൊന്നും ചെയ്യണം. ഒരു സ്ഥിരത വേണം. ചിരിക്കണ്ട ശ്രീലേഖ മോഹൻ, പോസിബിൾ ആണത്. പറഞ്ഞപ്പോ തന്നെ ചിരി വന്നേ. എനിക്കില്ലാത്തൊരു സാധനമാണല്ലോ സാറേ അത്. അല്ല, നിങ്ങൾക്കും ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അതുണ്ട്. എപ്പോഴും ഒരു കൺസിസ്റ്റൻസി വേണം. ഞാൻ നിങ്ങൾ വെട്ടി തുറന്ന് പറയാം, എന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എങ്ങനെ എനിക്ക് വന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാ ദിവസവും ഉറക്കത്തിനൊന്നും അല്ല കേട്ടോ, ഞാൻ നന്നായിട്ട് ഉറങ്ങും, നന്നായിട്ട് ചെക്ക് ചെയ്യും. പക്ഷെ ഒരു കാര്യം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ, തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് തീരാതെ അവിടെ നിന്ന് കൂടാ, അതിന്റെ പിറകെ തന്നെ കൂടും. ഗുരു പരമ്പരകളായിട്ട് അല്ലെങ്കിൽ ആരോ അനുഗ്രഹിച്ചു തന്ന ഒരു ഇതെന്ന് എനിക്കറിയില്ല എങ്ങനെ വന്നു എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യത്തെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ നുഴന്നു പോയിക്കൊണ്ടേയിരിക്കും. അതിന് മാക്സിമം കലക്ട് ചെയ്യും. അതിൽ പിന്നെ ഞാൻ കാണുന്നതെല്ലാം അതുമായി ബന്ധപ്പെട്ടായിരിക്കും. അത് വളരെ 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 ഗുണപരമായ സാധനമാണ് കൺസിസ്റ്റൻസി ഉണ്ടാക്കുക. ഞാനൊരു സ്ഥലത്തേക്ക് 10 മണിക്ക് എത്താന്ന് പറഞ്ഞാൽ 9:55 ഞാൻ അവിടെ ഉണ്ടാവും. അത് എന്ത് തന്നെയാലും അവിടെ ഉണ്ടാവും. മുമ്പേ ഇറങ്ങിയാൽ, ലേറ്റ് ആയിട്ട് ഇറങ്ങിയാൽ ആ സമയത്ത് ഞാൻ അവിടെ എത്തും. 50:55 ഞാൻ അവിടെ എത്തി. അത് എപ്പോ എവിടെ പോയാലും അങ്ങനെയാണ് കൺസിസ്റ്റൻസി. അത് പർപ്പസിൽ ഉണ്ടാക്കുന്നതല്ല കേട്ടോ, അതായി തീരുക, അത് അവിടെ എത്തുകയാണ്.
കാരണം അതൊരു ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനിയിപ്പോ വേണ്ട, ഞാൻ അവിടെ എത്തുന്നില്ല, അയാൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലേറ്റ് ആക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ നടക്കൂല അവിടെ എത്തി. അങ്ങനെ പലപ്പോഴും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. ഇല്ല, കുറച്ച് ലേറ്റ് ആയിട്ടേ പോകുന്നുള്ളൂ, ലേറ്റ് ആയിട്ടേ എത്തുന്നുള്ളൂ എന്ന് വിചാരിച്ച് ലേറ്റ് ആക്കിയാലും അവസാനം അവിടെ എത്തുമ്പോൾ കറക്റ്റായി. റണ്ണിങ് ടൈമിൽ വ്യത്യാസം വരും, ഒക്കെ ഞാൻ അത് ഒരു ഹാബിറ്റായി മാറും. കൺസിസ്റ്റൻസി ഈസ് ഉള്ളി ഹാബിറ്റ്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഞാനും എന്റെ വൈഫും തമ്മിൽ എപ്പോഴും സംസാരിക്കുന്നത്, വൈഫ് രാത്രി കിടക്കുമ്പോൾ കേട്ടോ രാവിലെ കൃത്യസമയത്ത് ഞാൻ എണീക്കോട്ടെ, നിങ്ങൾ 3:30 എണീക്കും, 3:30 ഞാൻ ഓക്കെ റെഡി കിടന്നു. 3:30 മണി കൃത്യം ഞാൻ അറിയും, പുള്ളി ഒരു 5 മിനിറ്റ് ഉപ്പ വരാമെന്ന് പറയും. ആ ഉപ്പ വരുന്ന പറഞ്ഞ് അപ്പം തീർന്നു. പിന്നെ 1 മണിക്കൂർ അവിടെ ഉണ്ടാവും. എന്നാലും ചാടി എഴുന്നേറ്റ് മെഡിറ്റേഷൻ തുടങ്ങുമ്പോൾ ചാടി എഴുന്നേറ്റ് വരും അവിടെ എഴുന്നേറ്റാൻ. എന്നാലും ആ ഓരോ വ്യക്തികളുടെ വ്യത്യാസമാണ്, ഓരോ ആളുടെയും ഓരോ രീതി. പക്ഷെ അത് ഹാബിറ്റായി മാറി കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല, നമുക്ക് സാധിക്കില്ല എന്നുള്ളത്. അപ്പൊ കൺസിസ്റ്റൻസിയും കൃത്യമായ പ്ലാൻ, സ്ട്രാറ്റജിക് പ്ലാനിങ് ആൻഡ് കൺസിസ്റ്റൻസി എന്ന് പറയും. അതേ വ്യക്തമായ കൃത്യനിഷ്ഠതയോട് കൂടിയുള്ള എന്താ പറയുക പ്ലാനിങ് ഉണ്ടായിരിക്കണം. എന്താണ് കൃത്യനിഷ്ഠത പ്ലാനിങ്? ഇന്ന കാര്യം എനിക്ക് ഇന്ന് യൂട്യൂബ് വീഡിയോ ചെയ്യാനുണ്ട് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ സിസ്റ്റം ആയിക്കഴിഞ്ഞാൽ ആ സമയത്ത് പോയി റെക്കോർഡ് ആയിപ്പോ, ഓട്ടോമാറ്റിക് ആയിപ്പോവും. ചെയ്യാനില്ല, പിന്നെ ഓട്ടോമാറ്റിക് ആയിപ്പോവും. സ്മിത എപ്പോഴോ കിച്ചന്റെ കുക്കിംഗ് വ്ളോഗ് തുടങ്ങി വെച്ചു. ആ തുടങ്ങി വെച്ചൊരു ഒറ്റ പോക്ക, കുറച്ചുണ്ടാക്കി, പിന്നെ കുറച്ച് ഡാൻസ് ചെയ്തു, കുറച്ച് ഇത് ഏതാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവസാനം ഒന്നിനും വ്യൂ ഇല്ലായിട്ടും എല്ലാം വിട്ടിട്ട് പോയി. എന്നിട്ട് ഞാൻ പറയുന്നത്, ആ കോച്ച് പ്രോഗ്രാമിൽ കയറി വാ, അവിടെ നിന്ന് പഠിപ്പിച്ചു തരാം ഇത് എങ്ങനെ ചെയ്യുന്നു. അങ്ങോട്ട് വന്നില്ല, കയറി വാ. നല്ല നല്ല വീഡിയോസ് ആയിരുന്നു. ഞാൻ 2 വീഡിയോസ് കണ്ടത് നല്ല വീഡിയോസ് ആയിരുന്നു, ചെയ്തത് നല്ല രീതിയിലാണ്. അത് നന്നായിട്ട് അടുക്കി വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി മുന്നോട്ട് പോകും. നിങ്ങളുടെ പാഷനാണ് കുക്കിംഗ് ഒന്നും അല്ല കാര്യം, പക്ഷെ അത് എങ്ങനെ അവതരിപ്പിക്കും. ഇപ്പൊ കുറെയൊക്കെ ട്രെൻഡ് മാറി, കുക്കിങ്ങിന്റെ ഒക്കെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ട്രെൻഡ് മാറി. ചെയ്യുക, ഇതെല്ലാവർക്കും കൊണ്ട് പറ്റും. ഭയങ്കര നമുക്കൊരു സമയത്ത് അത് ആൾക്കാർ അക്സെപ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇതായിരിക്കും, ഭയങ്കര പാഷനായിരിക്കും, സംസാരിക്കാനും അതിന്റെ കൂടെ നിൽക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും. പറയാൻ പറ്റില്ല എവിടെയാണ് നമ്മൾ ക്ലിക്കാവുന്നത് പറയാൻ പറ്റില്ല. അപ്പോ പിന്നെ ഏറ്റവും വൃത്യമായ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടത് ഒരു സാധനത്തിന്റെ പേരാണ് വിജയിക്കണോ. വിജയം വേണമെങ്കിൽ 2 കാര്യങ്ങൾ ഇല്ലാതെ നടക്കുകയില്ല. ഒരു കാര്യത്തിന്റെ പേര് നിങ്ങൾ പറഞ്ഞേ. വിജയിക്കണമെങ്കിൽ ഒരു സംഭവം നമുക്ക് വേണം. ഈ ഇപ്പൊ ഒരു പറയാൻ പോകുന്ന കാര്യം പലർക്കും ഇല്ലാതെ പോകുന്ന ഒരു സാധനത്തിന്റെ പേരും വിജയിച്ചവർക്കെല്ലാം ഉള്ള കാര്യത്തിന്റെ പേരാണ് സഹനശക്തി എന്ന് പറയുന്നത്. സഹനശക്തിയും ധൈര്യവും ഇല്ലെങ്കിൽ നോ മോർ. ഇതില്ല, ഇന്ന് ചെയ്തു നാളെ കിട്ടിയില്ലെങ്കിൽ പിന്നെ അയ്യോ ഇല്ല, ഇതൊന്നും ഞാൻ ചെയ്തിട്ട് ഒരു ഗുണമില്ല എന്ന് പറയുന്ന സംഭവമല്ല വിജയം എന്ന് പറയുന്നത്. സക്സസ് ഈസ് നോട്ട് എ ഡേ നൈറ്റ് ഹാപ്പനിങ്. ഒരിക്കലും നടക്കൂല, ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഹാർഡ് വർക്ക് എന്നല്ല പറയാ സഹനശക്തിക്ക്. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞ പദമേ ഞാൻ എന്റെ ഹിസ്റ്ററിയിൽ നിന്ന് വെട്ടിക്കളഞ്ഞ സാധനമാണ്. അങ്ങനെ ഒരു വാക്ക് തന്നെ തെറ്റാം. ഒരു സ്ഥലത്ത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ആവാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആദ്യം ആവേണ്ടത് കൂലിപ്പണിക്കാരായിരുന്നു. നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നവരാ, നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നവരാ, നന്നായിട്ട് ഫിസിക്കൽ വർക്ക് ചെയ്യുന്നവരാ, അവരാവില്ല. സഹനശക്തി എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉയരണമെങ്കിൽ ഒരൊറ്റ കാര്യം കൃത്യമായിട്ട് കയ്യിൽ വേണം. എത്ര പേർക്ക് ഇതുണ്ട്? ധൈര്യം, സഹനശക്തി ഇപ്പൊ കുറെയൊക്കെ വന്നു. അത് ഇപ്പൊ വരുന്നതൊക്കെ ഞാൻ പറയാം. നിങ്ങൾ ഇവിടെ വന്ന് കിട്ടുന്ന എല്ലാവരോടും, യൂട്യൂബ് വീഡിയോ കാണുന്നവരോടും നിങ്ങളോട് എല്ലാവരോടും പറയാണ്, ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടി എന്ന് പറയുന്ന ഈ സംഭവം ഇതിവിടെ നിർത്തുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അതാണ് മോട്ടിവേഷന്റെ പ്രത്യേകത. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ചെയ്യാൻ പറ്റുമെന്ന്. പണ്ടൊക്കെ ഞാൻ ജയന്റെ സിനിമയൊക്കെ ഇപ്പൊ കണ്ടിട്ട് തിരിച്ചു വരുമ്പോ അല്ലെ, ഇപ്പോഴുണ്ടല്ലേ, നമുക്ക് അങ്ങനെ തോന്നും. ആ ഒരു മോട്ടിവേഷനില് കുറച്ചതിനകത്ത് ഒരുത്തരടിച്ച് അവൻ തിരിച്ചടിച്ച തീർന്നു, അവിടേക്ക് തീരുന്ന പരിപാടിയാണ് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരും അങ്ങനെ വിചാരിച്ചിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇത് പെർമനന്റ് ആയിട്ട് നിൽക്കാൻ പറ്റണം എപ്പോഴും, അല്ലെങ്കിൽ അകത്തുനിന്ന് ഈ സാധനത്തെ കൊണ്ടുവരണം, മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ആക്ഷൻ എടുക്കുമെന്നുള്ള, നേരത്തെ പറഞ്ഞില്ലേ, കൺസിസ്റ്റൻസി ഉണ്ടാക്കിയെടുക്കണം. കൺസിസ്റ്റൻസി നിങ്ങൾക്കുണ്ടോ, നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും, ഒരു കുഴപ്പമില്ല. അതിന് പിന്നെ മോട്ടിവേഷൻ, പിന്നെ സെൽഫ് മോട്ടിവേഷൻ ആയിക്കോളും. അപ്പോൾ അത് കൃത്യമായി ചെയ്തു വെക്കുക.
ചെയ്തോളാം. എന്താണ് നമ്മൾ പറഞ്ഞത്? ധൈര്യവും സഹനശേഷിയും, അല്ലെ? 4 കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. മനസ്സിലായല്ലോ? നിർത്തരുത്, ഒരു കാര്യം നിർത്തരുത്. നിങ്ങൾ തുടങ്ങി വെച്ച കാര്യം തോറ്റു എന്ന് കരുതി ആരെങ്കിലും നിർത്തിയാൽ അന്നാണ് പരാജയം. ഞാൻ എന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ഇന്നലെ ഞങ്ങൾ വൈകിട്ട് ഞാനും വൈഫും ഇങ്ങനെ നടക്കാൻ പോകുമ്പോ പറയുന്നു, നമ്മൾ അന്ന് പാർക്കിൽ പോയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ എത്ര പേര് കളിയാക്കി. 1 വ്യൂസ്, 2 വ്യൂ, 3 വ്യൂ ഒക്കെ കഴിയുമ്പോഴും നിങ്ങൾ എന്നോട്, ഞാൻ വൈഫിനോട് മൂക്ക് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ശ്രീലേഖ മോഹൻ, നമ്മുടെ ഒന്ന് രാശി വെച്ച് നോക്കണം. എന്താ ഈ മൂക്ക് ചൊറിയുന്നത്? ഇത് കാരണം എന്താണെന്ന് നോക്കണം, കൃത്യമായിട്ടൊന്ന് നോക്കണം. കാരണം ക്ലാസ് എടുക്കാൻ വരുമ്പോൾ മാത്രമാണ് മൂക്ക് ചൊറിയുന്നത്. പണ്ട് നമ്മൾ സാധാരണ പറയും, പണ്ട് ആരോ പറയുമ്പോഴല്ലേ മൂക്ക് ചൊറിയുക, അല്ലെ? അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ആൾക്കാർ ആരെങ്കിലും പറയുമ്പോൾ, ഇത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ എന്നെ പറയുന്നത് ഇപ്പൊ തന്നെ പറഞ്ഞാൽ പോരെ, പിന്നെ എന്റെ മൂക്ക് ചൊറിയിപ്പിക്കുന്നേ? ഇല്ലല്ലോ. അപ്പോ ആരോ കുശുമ്പ് പറയും. എന്നെ പറ്റി ഒരാള് കുശുമ്പ് പറയില്ല, അതിൽ ഒരു കുഴപ്പമില്ല. കാരണം പറയാൻ എന്താ ഉള്ളത്? കംപ്ലീറ്റ് കുശുമ്പ്. എന്നെ പറ്റി കുശുമ്പ് പറയുന്ന ഒരാൾ ഈ ലോകത്തുണ്ട് എനിക്ക് തോന്നുന്നില്ല. കണ്ടുപിടിച്ച് ഓക്കെ. ഈ അല്ലാണ്ട് മസിൽ പിടിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് കാര്യമില്ലല്ലേ? ലളിതമാക്കാം എല്ലാ കാര്യങ്ങളും, വളരെ സിമ്പിൾ ആണ്, അല്ലെ? അപ്പോ പറഞ്ഞു വന്നെന്താണ്? നമ്മള് നമ്മുടെ ധൈര്യവും സഹനശേഷിയും, ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയി പാലിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ, 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി 5ാമത്തെ കാര്യം, നിങ്ങളുടെയൊക്കെ ചുറ്റുവട്ടത്ത് എത്ര എണ്ണം ഉണ്ട്? നിങ്ങൾ ടേബിളിലെ ചുറ്റും നോക്കി പറഞ്ഞു, ഇപ്പൊ ഒന്ന് എടുത്തു നോക്കി. നിങ്ങളുടെ ടേബിളിലെ ചുറ്റുവട്ടത്ത് എത്ര ഉണ്ടാവും പേപ്പർ ഇങ്ങനെ? ഇതിപ്പോ ഞാൻ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ, ബാക്കിയുള്ള ബാക്കിൽ എനിക്ക് അറിയാം. എല്ലാവരും ഒന്ന് ചുറ്റും നോക്കിയേ, ഉണ്ടോ ഇല്ലയോ എന്ന്, എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന്. നിരന്തരമായ പഠനം, നിരന്തരമായ പഠനമുള്ളവർക്ക് മാത്രമേ വിജയം ഉള്ളൂ. പഠനം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണോ അവരുടെ മേഖല, അതിൽ. എന്റെ മേഖല ഇതായതുകൊണ്ട് ഞാൻ പുസ്തകങ്ങൾ വെക്കുന്നു. നിങ്ങളുടെ മേഖല ഓട്ടമാണെങ്കിൽ ഓട്ടത്തിനെ പറ്റി നിരന്തരമായി മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം, ചാട്ടത്തെ പറ്റി നിരന്തരമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. നിങ്ങളുടെ മേഖല ബിസിനസ് ആണെങ്കിൽ നിരന്തരമായി ബിസിനസിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം, പഠിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളുടെ മേഖല, കാരണം ഇതെല്ലാം ലോകം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ മാത്രം മാറില്ല എങ്കിൽ നിങ്ങൾക്ക് മാത്രം വിജയവും ഇല്ല എന്ന് മനസ്സിലാക്കുക. എല്ലാം മാറുന്നു, ഞാൻ മാറില്ല. പഠിക്കാൻ അയ്യോ എനിക്ക് പറ്റില്ല, ഓർമ്മയുണ്ടാവില്ല. ആർക്കപ്പോ ഓർമ്മയില്ല? ഓർമ്മയുള്ള എത്ര? ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഒരു കാര്യം ഓർമ്മയില്ല. ഈ പുസ്തകം വായിച്ച് എനിക്ക് ഒരു കാര്യം ഓർത്തിരിക്കാൻ പറ്റില്ല. ആരെങ്കിലും എന്നോടൊരു ശ്ലോകം ചോദിച്ചാൽ ഞാൻ പറയും എനിക്കറിയത്തില്ല. ആരെങ്കിലും എന്നോടൊരു കോട്ട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കറിയത്തില്ല, എനിക്ക് ഓർമ്മയില്ല. ഈ പുസ്തകത്തിൽ ഏതെങ്കിലും ആ പുസ്തകത്തിൽ ഇന്ന് പറഞ്ഞ ഓർമ്മ, ഞാൻ പറയും എനിക്ക് ഓർമ്മ, ഞാൻ വായിച്ചതേ എനിക്ക്. ആ പുസ്തകം ഏതാണെന്ന് ചോദിക്കും, എനിക്ക് ഓർമ്മയില്ല. ഞാൻ ചെയ്യാൻ ഓർത്താലേ എനിക്ക് പറ്റും. പക്ഷെ ഞാൻ വായിക്കും, നിരന്തരം വായിക്കും, ഒരു കോംപ്രമൈസും ഇല്ല. കാരണം എന്താ അറിയോ? എനിക്ക് ഓർക്കണമെന്ന് തോന്നുന്ന കാര്യം ഞാൻ ഓർക്കും, എനിക്ക് പറയണമെന്ന കാര്യം എനിക്ക് ഓർമ്മ വരികയും ചെയ്യും. വായിച്ചാലുള്ള ഗുണമാണ്, നമുക്ക് അന്നേരം മനസ്സിലാവില്ല ഈ സംഭവം. നമ്മളൊരു പെന്നും പേപ്പറും എടുത്തിട്ട് ഇരുന്ന് നോക്കുമ്പോൾ മനസ്സിലാവും എന്തൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് എന്നുള്ളത്. എഴുതാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒന്നും കിട്ടില്ല, ഒരു വാക്കും കിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ എഴുതും, കൈ ഇങ്ങനെ മുമ്പിൽ പോകുമ്പോൾ ഈ സാധനം വർക്ക് ചെയ്യാൻ തുടങ്ങും, വായിച്ചതൊക്കെ പുറത്തോട്ട് വരും. ഇതാണ് ജ്ഞാനം എന്ന് പറയുന്ന സാധനം. എന്നും നമ്മൾക്ക് ഏത് മേഖലയിലാണോ ആ മേഖലയെ നിത്യമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക, അതിൽ പുതിയ പുതിയ പഠനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക, എന്നും മനസ്സിലാക്കണം. കാരണം അല്ലെങ്കിൽ തോറ്റോ വിജയിച്ചോ എന്ന് മനസ്സിലാക്കാൻ പോലും നമുക്ക് അറിയാതെ പോകും. അതുപോലും നമുക്കറിയില്ല, ജയിച്ചതാണോ തോറ്റാണോ നമുക്കറിയില്ല. കാരണം നമ്മൾ വിചാരിക്കും ഞാൻ ഭയങ്കര സംഭവമായി നിൽക്കുന്നു വിചാരിക്കുമ്പോഴേക്കും ആ സംഭവത്തിന് ഒരു വിലയില്ലാതായി മാറുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായല്ലോ? അപ്പോൾ കൃത്യമായി ഇതെല്ലാം ആർക്കെങ്കിലും ഈ 5 കാര്യങ്ങൾ പാലിക്കാൻ പറ്റാത്തവർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? സാറേ, ഇതിൽ 5-ൽ ഇന്ന സാധനം എനിക്ക് പാലിക്കാൻ പറ്റില്ല, ഇത് ഭയങ്കര ടഫായ സാധനമാണ്. സാധാരണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് 5 കാര്യങ്ങൾ ഒന്നുകൂടി പറയണോ? മനസ്സിലായല്ലോ? ക്ലാരിറ്റി ഓഫ് വിഷൻ ആൻഡ് ക്ലിയർ, ക്ലാരിറ്റി ഓഫ് വിഷൻ,
ഒരു വിഷൻ ഉണ്ടാവുക, ലൈഫിന്റെ പർപ്പസിനെ പറ്റിയിട്ട് ഒരു വിഷൻ ഉണ്ടായിരിക്കുക. ഇതില്ലാത്തവർ ഇത്രയും പേരുണ്ടാവും. ഇല്ലാത്തവർ ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ 90 ആൾക്കാരുണ്ടാവും. ഒക്കെ 60 പേര് മാത്രം, 50 പേര് മാത്രമേ ഉള്ളതുണ്ടാവുള്ളൂ. എന്നാലും കുഴപ്പമില്ല. നിങ്ങളൊന്നും ഇനിയും സമയമുണ്ട്, വൈകിട്ടില്ല. 50 വയസ്സല്ലായാലും 55 വയസ്സായാലും 60 വയസ്സല്ലായാലും വൈകിട്ടില്ല, ഇനിയും സമയമുണ്ട്. എന്റെ താഴെയുള്ളവർ ഇവിടെ ഉണ്ടാവും. അവരോട് ഞാൻ പറഞ്ഞില്ല. ഞാൻ കുമാർ സാറിനെ പോലെ 45 വയസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരോട് ഞാൻ പരാമർശ വിഷയമേ ആക്കുന്നില്ല. എന്നെ പോലുള്ള ആൾക്കാരെ പറ്റി ഞാൻ കൃത്യമായി ഉണ്ടാവും. ഇനി ഇല്ലെങ്കിൽ ഇനിയെങ്കിലും ഉണ്ടാക്കുക. ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ടാക്കുക. ഗ്രോത്ത് മൈൻഡ് സെറ്റ് മാറാൻ തയ്യാറാവുക. ഗ്രോത്ത് മൈൻഡ് സെറ്റ് വേറെ ഒന്നുമല്ല, മാറാൻ തയ്യാറാവുക. മാറാൻ തയ്യാറായാൽ എല്ലാം സാധ്യമാണ്. നമ്മുടെ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ വന്നിട്ടും പറയുന്നത്, എനിക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ സാറേ, 4 വീൽ ലൈസൻസ് എടുത്തു വെച്ചിട്ട് 10 വർഷം ഇതുവരെ വണ്ടി ഓടിച്ചിട്ടില്ല, എനിക്കൊന്ന് വണ്ടി ഓടിക്കണം. ഈ തീരുമാനം ഭയങ്കര വലുതാണ്, ചെറുതല്ല. 2 വീലർ ഞാൻ ഓടിക്കും, 4 വീലർ എനിക്കാകെ പേടിയില്ല 2 വീലർ ഓടിക്കാനാണ്. കാരണം അത് എപ്പോഴും ചടഞ്ഞു പോയി താഴെ വീഴാം. 4 വീലർ വീഴത്തില്ല. 4 വീലർ നമ്മ വീഴില്ല, വണ്ടി എവിടെയെങ്കിലും പോയി ഇടിക്കുള്ളൂ. നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആൾക്കാർക്ക് പേടിയതാ 4 വീലർ ഓടിക്കാനാണ്. 2 വീലർ വലിയ വീഴുന്ന സാധനം. സൈക്കിൾ ഓടിക്കാൻ പേടി, പക്ഷെ കാർ ഓടിക്കാൻ പേടിയില്ല. അത് ഭയങ്കര വിരോധാഭാസമല്ലേ മനസ്സിന്റെ ഒരു കളികളെ. ഈ സാധനത്തിന് 4 വീലർ ഓടിക്കാൻ പേടിക്കണ്ട. കാരണം വെച്ചാൽ അത് ഇടിച്ചാലും തടിച്ചാലും നിങ്ങൾക്കൊന്നും സംഭവിക്കില്ലെന്ന്. ചെറിയ തട്ടൽ മുട്ടലാക്കി ഞാൻ. മറ്റേതാണെങ്കിൽ ഇവിടെയും കുത്തിയൊറിഞ്ഞുകൊണ്ട് ആദ്യം നമ്മുടെ മുട്ടുപോകും, കാല് പോവും, അവിടെ ചോര ഇരിക്കും, ആൾക്കാർ കാണും, ഇത് എന്താ നാണക്കേടാവും. ഇതൊന്നും ആരും കാണൂല. എവിടെയും വണ്ടി തട്ടിയാലും ചില ആരും കാണും. ധൈര്യപൂർവ്വം എടുത്ത് പോകും. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞത് ഇതാണ്, ഉണ്ടാക്കിയെടുക്കണം. കാരണം ഞാനിത് പറഞ്ഞു, നാളെ കയറിയിട്ട് വീട്ടിലെ വണ്ടി ബ്രേക്കും ഒന്നും നോക്കാതെ ചവിട്ടിക്കെടുത്ത് പോലെ, അതൊക്കെ നോക്കണം, എന്നിട്ട് മാത്രമേ ഉള്ളൂ. ഇനി ഇതാണല്ലോ, ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാലോ. ഒന്ന് നോക്കി ഇതിലേതെങ്കിലും ഇത് വളരെ ടഫാണ് സാർ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നത്. കൺസിസ്റ്റൻസി ചിലപ്പോൾ പറയും, എനിക്ക് കൺസിസ്റ്റൻസി ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും പറ്റും. കൺസിസ്റ്റൻസി ചെയ്യാൻ പറ്റാത്തവർ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങൾ കൃത്യമായി ഉണ്ടോ, കൃത്യസമയത്ത് പോകുന്നുണ്ടോ? അതൊരു കൺസിസ്റ്റൻസി എങ്ങനെ ബിൽഡ് ചെയ്തു അല്ലേ? ഉറക്കം എഴുന്നേക്കാൻ കൺസിസ്റ്റൻസി ഇല്ല. എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല, കൃത്യമായിട്ട് എഴുന്നേക്കാൻ പറ്റും, ചില ദിവസം പറ്റും. പക്ഷെ ഉറങ്ങി എഴുന്നേറ്റ് ചായ കുടിക്കണം എന്നുള്ളത് കൺസിസ്റ്റന്റ് കൃത്യമായിട്ട്, അത് കൃത്യമാണ്, അതിനൊരു മറ്റമില്ല. 7 മണിക്ക് എഴുന്നേക്കുന്ന ചായ കുടിക്കും. 2 മണി 1 മണിക്ക് ഭക്ഷണം കഴിക്കേണ്ട കൃത്യമായി കൺസിസ്റ്റന്റ്. പിന്നെ ബാത്റൂമിൽ പോകണമെന്ന് കരുതുമ്പോൾ പോവുകയും ചെയ്യും, അതിനും കൺസിസ്റ്റന്റിക്ക് ഒരു പ്രശ്നമില്ല അല്ലേ? ഇപ്പൊ കൺസിസ്റ്റൻസി ഇല്ല എന്ന് പറയുന്നത് തെറ്റല്ലേ? വളരെ ലളിതമാണ് ഈ സാധനം. ഇല്ലാന്ന് നമ്മൾ പറഞ്ഞ് ഇതാക്കുന്നത്, നമ്മളെ തന്നെ പറഞ്ഞ് പാകപ്പെടുന്നത്. എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ബാക്കിയതാ പഠിക്കാം, ലേണിംഗ് നിങ്ങളോട് റിക്വസ്റ്റ് ആണ്. വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് പഠനം എന്ന് പറയുന്നത്. ഒരു പുസ്തകം, ഒരു 2 പേജ് 3 പേജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വായിക്കും, വലിയ മാറ്റം ഉണ്ടാവും. വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. സമയം ഉണ്ടാവില്ല അല്ലേ? ഒരു പേജ് വായിക്കാനായിട്ട് മാക്സിമം എടുത്താൽ 3 തൊട്ട് 5 മിനിറ്റ് വരെ എടുക്കും. സമയമില്ലല്ലേ? എപ്പോഴാ സമയം? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയുക, വീണ്ടും വീണ്ടും പഠിക്കുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധത്തോടു കൂടി എല്ലാവരും ജീവിതത്തിൽ സന്തോഷവും സമാധാന സംതൃപ്തി ഉണ്ടാവട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി താങ്ക് യു വെരി മച്ച്. ആർക്കെങ്കിലും സംസാരിച്ചു 5 മിനിറ്റ് സമയത്ത്. സാർ നമസ്തേ സാർ, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഇപ്പോഴാണ് ക്ലാസ്സിൽ കയറിയത്, തീർന്നപ്പോ. സതിയാണേ പന്തളം. സതി എവിടെയായിരുന്നു? ഞാന് ഒരിടത്ത് പോയിട്ട് ഇപ്പോഴാണ് വന്നത്. മോൾക്കൊരു ചെറിയ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്ത്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ മെഡിറ്റേഷനും കയറാൻ പറ്റിയില്ല, ഇന്ന് എനിക്ക് ഇതിലും കയറാൻ പറ്റിയില്ല. നോ പ്രോബ്ലം. മകൾക്ക് ഒരു ഫിസ്റ്റുലയുടെ ഓപ്പറേഷൻ നടക്കണം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 2-3 മാസം കൊണ്ട് ചെയ്യുകയാണ്. ഓപ്പറേഷൻ 2-3 മാസം ചെയ്യുന്നു. എന്താണ് അസുഖം? അതെ സാർ, ഫിസ്റ്റുല ആയിരുന്നേ. ആദ്യം പൈൽസ് ആണെന്ന് പറഞ്ഞ് നമ്മളിവിടെ അടുത്തൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ചൊരു ഇംഗ്ലീഷിന്റെ.
ആ. പെട്ടെന്ന് അസുഖം ഇതിപ്പോ ഭേദപ്പെട്ടു കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓ ആയിക്കോട്ടെ, കുഴപ്പമില്ല, തീരാറായി, ഇനി സാറേ ഒരെണ്ണം. ഓക്കെ, റെക്കോർഡ് ചെയ്യണമെന്ന് ശാന്തം പറയുന്നുണ്ട് പറഞ്ഞു. സാറേ. സാർ ഇത് ക്യാമറ ഓൺ ചെയ്യണം. ക്യാമറ ബ്ലോക്ക് കൺസിസ്റ്റൻസി എന്ന് സാറ് പറഞ്ഞത് ഏതാണ് സാർ ഇപ്പൊ പറഞ്ഞതില് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞല്ലോ ആ. സാർ അത് സാർ ഇപ്പൊ നമ്മള് പങ്ക്ച്വാലിറ്റി ആണോ സാർ ഉദ്ദേശിച്ചത്? കൃത്യനിഷ്ഠ നമ്മള് അതാണോ കൺസിസ്റ്റൻസി? അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സാർ. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ സാർ ആദ്യം പറഞ്ഞല്ലോ, നമുക്ക് ഒരു ബിസിനസ് ആണെങ്കിലും എന്തായാലും നമ്മള് അതിന്റെ ഇപ്പൊ എങ്ങനെ പറയാ, ഇപ്പൊ ഒരു നൈസായിട്ട് പറയാം, ഒരു പപ്പടം കച്ചവടം ചെയ്ത ഒരാള് പിന്നീട് അതിലേക്ക് കുറച്ച് പയറുവർഗ്ഗങ്ങൾ കൊണ്ടുവന്നു, വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നു. അപ്പൊ അത് ഈ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോഴ് ഞാൻ ഉദ്ദേശിച്ചത് സാറേ, കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞപ്പോ സാറ് പറഞ്ഞപ്പോ ഞാൻ കരുതി ഇതിപ്പോ സ്ഥിരത. അല്ലല്ല, നിങ്ങൾ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല. ഇന്ന് നിങ്ങൾ രാവിലെ എളുപ്പത്തിൽ പറയാം, വളരെ ലളിതമായിട്ട് പറയാം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റിപ്പോ ഇങ്ങനെ ഒരു കാര്യം പറയാം. എളുപ്പത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പറയാണ്. ഓക്കെ, നിങ്ങൾ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പപ്പടം ഉണ്ടാക്കുന്നത് കരുതിക്കോ. എല്ലാ ദിവസവും നിങ്ങൾ 100 പപ്പടം ഉണ്ടാക്കുന്നു. ഉദാഹരണം 100 ഞാൻ പറഞ്ഞ ഉദാഹരണം, 1000 10,000 ആയിക്കോട്ടെ. എല്ലാ ദിവസവും 100 പപ്പടം ഉണ്ടാക്കുന്നു. എല്ലാ ദിവസവും 100 പപ്പടം ഉണ്ടാക്കുന്നതാണ് നിങ്ങളുടെ കൺസിസ്റ്റൻസി. ഒരു ദിവസം 120, മറ്റൊരു ദിവസം 90, പിന്നെ ദിവസം 80, പിന്നെ ദിവസം 120, 180 ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൺസിസ്റ്റൻസി അല്ല. അത് ഇനി അതിന്റെ അടുത്ത ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, അതിന്റെ അടുത്ത പറയാം. ഇതേ ഉദാഹരണം വെച്ച് പറയാം. നിങ്ങൾ ഇന്ന് 100 ഉണ്ടാക്കി, നാളെ 100 ഉണ്ടാക്കി, 100 ഇങ്ങനെ 100 ഒരാഴ്ച 2 ആഴ്ചയായിട്ട് 100 ഉണ്ടാക്കിക്കൊണ്ടേ 100 പപ്പടം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾ 105 ആക്കുക, 110 ആക്കുക എന്ന് ചിന്തിക്കുന്നതാണ് നിങ്ങളുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഇത് ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞത്, ഇത് നിത്യജീവിതത്തിൽ എല്ലാം ഉണ്ട്. രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പോൾ ആദ്യം ചെയ്യുന്ന ദിനചര്യ മുതൽ എല്ലാത്തിനും ഈ സാധനമുണ്ട്. പക്ഷെ നമുക്ക് എവിടെ പറ്റുക? നിങ്ങൾ പറഞ്ഞ അവിടെയാണ് പ്രശ്നം. പങ്ക്ച്വാലിറ്റിയും കൺസിസ്റ്റൻസിയും ഒന്നായി കാണും. പങ്ക്ച്വാലിറ്റി ഭയങ്കര അപകടം പിടിച്ച സാധനമാണ്. കാരണം പങ്ക്ച്വാലിറ്റിയെ പിടിച്ചിട്ടാണ് നമ്മൾ കൺസിസ്റ്റൻസി പറയുന്നത്. കൺസിസ്റ്റൻസി വേറെ, പങ്ക്ച്വാലിറ്റി വേറെയാണ്. പങ്ക്ച്വാലിറ്റി പറഞ്ഞത് ഞാൻ എല്ലാ ദിവസവും 5 മണിക്ക് എഴുന്നേക്കും എന്നത് പങ്ക്ച്വാലിറ്റി. 5:05 ആയി കഴിഞ്ഞാൽ പിന്നെ താളം തെറ്റും. ഇത് പങ്ക്ച്വാലിറ്റിയുടെ വിഷയമാണ്. അങ്ങനെ പെടരുത്. കാരണം പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ബോഡി സ്ട്രെയിൻ ആവും. 5 മണിക്ക് എടുക്കേണ്ട 5:05 ആയി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് നമ്മളെ താളം തെറ്റും. ബോഡി അതായത് ബയോളജിക്കൽ റിതം തെറ്റും, ചുറ്റുവട്ടത്തെല്ലാം തെറ്റും. അതിന് കൺസിസ്റ്റൻസി ആണെങ്കിൽ 5 മണിക്ക് 5:05 ആയാലും ഈ 5 മിനിറ്റിനെ നമ്മൾ മറ്റു കാര്യങ്ങൾ കൊണ്ട് ബാലൻസ് ചെയ്തെടുക്കും. സാർ എനിക്കൊരു സ്റ്റോണിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ആ സ്റ്റോൺ കൈ വെച്ച് എനിക്ക് ഉറക്കമില്ലായിരുന്നു. വേദന കൊണ്ട്, കാലിന്റെ വേദന കൊണ്ട് ഉറക്കാനേ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആദ്യത്തെ ഒരു ദിവസം ഞാൻ ആ കല്ല് കൈ വെച്ച് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. രാത്രി മുഴുവൻ ഉണർന്ന് തന്നെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കിടന്നു. പിന്നെ പിറ്റേ ദിവസം മുതൽ എനിക്ക് കറക്റ്റായിട്ട് 9:45 ഞാൻ ആ കല്ലും പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അഫർമേഷൻ പറഞ്ഞുകൊണ്ട് കിടന്ന് ഉറങ്ങി. രാവിലെ 5 മണി വരെ ഒരേ ഉറക്കമായിരുന്നു. അത് ഇന്നലെ വരെ അതേ ഇത് തന്നെ. ഇന്ന് രാവിലെയും അതേ സമയത്ത് 5 മണി വരെ കിടന്ന് ഉറങ്ങി. ഉറക്കത്തിൽ നല്ല ക്ലിയർ ആയി അത്. പിന്നെ സാറ് കല്ലിക്കൂടെ നടക്കാൻ പറഞ്ഞു. ഞാൻ കല്ലിക്കൂടെ നടന്ന് 2-3 ദിവസം എനിക്ക് കുഴപ്പമില്ലായിരുന്നു. 3-ാമത്തെ ദിവസം മുതൽ 2 കാലിന്റെ മുട്ടിന്റെ താഴോട്ട് അങ്ങോട്ട് ചൊറിയാൻ തുടങ്ങി എന്ന് പറഞ്ഞപ്പോ എനിക്കത് മനസ്സിലായി. ഞാൻ കല്ലിക്കൂടെ നടക്കുമ്പോൾ എനിക്ക് എന്റെ ബ്ലഡിന്റെ ആ ഒരു ഓട്ടം കൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്ന ഒരു ഇഴച്ചിൽ പോലെ തോന്നി. അത് നല്ല ചൊറിച്ചിലായിട്ട് അങ്ങോട്ട് മാറി. 10 ദിവസം എനിക്ക് സഹിക്ക വയ്യാത്ത ചൊറിച്ചിലായിരുന്നു. ഞാൻ ഓയിൻമെന്റ് ക്രീമുകൾ തേക്കുകയും വെളിച്ചെണ്ണ ഉള്ളിയിട്ട് മൂപ്പിച്ച് തേക്കുകയൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു ഞാൻ എന്റെ രീതിയിൽ. മരുന്നൊന്നും കഴിക്കാൻ പോയില്ല. ഇതിന്റെ ആണെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് 2 കാലും നിറയെ അങ്ങോട്ട് നീര് വന്നിട്ട് താഴെ കാല് വെക്കാൻ വയ്യാത്ത അവസ്ഥയായി. ഒരു 10-ാം ദിവസം ആയപ്പോഴത്തേക്ക്. ഇനിയാന്നൊന്നും ഇന്നലെയൊന്നും എനിക്ക് നടക്കാൻ പറ്റിയില്ല. ഞാൻ വൈകിട്ട് നടന്നില്ല, ഇന്നലെ ഞാൻ നടന്നില്ല.
പറഞ്ഞോളൂ. നടന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇന്നിപ്പോ രാവിലെ ഞാൻ നടക്കാന്ന് പറഞ്ഞ് കുറച്ച് നടന്നപ്പോ കുറച്ച് സമാധാനമുണ്ട്. ഇന്നത്തേക്ക് എനിക്ക് കാലിന്റെ നീരൊക്കെ കുറഞ്ഞു, വേദനയും കുറച്ച് കുറവുണ്ട്. ഇപ്പൊ വൈകിട്ട് ഞാൻ ഒരു 40 മിനിറ്റ് നടന്നു, മെറ്റൽ കല്ലിക്കൂടെ തന്നെ നടന്നു. ഒരു സമാധാനമുണ്ട്. പിന്നെ സാറേ, മിനിഞ്ഞാന്ന് സാറ് പറഞ്ഞ അഫർമേഷൻ എഴുതിയതിന് ശേഷം ഞാൻ ഒരു ലക്കി നമ്പർ പറഞ്ഞ് 897, ഞാനത് വാച്ച് കെട്ടുന്ന ഭാഗത്ത് മുകളിലായിട്ട് കൈവെള്ളയുടെ ഭാഗത്ത് താഴെ ആ ഒരു ജോയിന്റിന്റെ താഴെയായിട്ട് എഴുതി വെച്ചിട്ട് ഞാനത് 3 പ്രാവശ്യം 2 കൈയും നിവർത്തി വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാനത് വീണ്ടും ബുക്കിനകത്ത് എഴുതി ഈ നമ്പർ. എന്റെ ആവശ്യം എഴുതിയതിന് ശേഷം എനിക്കൊരു 1 ലക്ഷത്തിന്റെ എന്റെ പ്രമോഷന് വേണ്ടി എനിക്ക് 1 ലക്ഷത്തിന്റെ ഒരു പോളിസി കിട്ടണമായിരുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാനത് എഴുതി വെച്ചു. അത് എഴുതി വെച്ചിട്ട് ഞാൻ വീണ്ടും ഇത് ബുക്ക് മടക്കി വെച്ചിട്ട് ഞാൻ 21 പ്രാവശ്യം കൈ രണ്ടും നിവർത്തി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്കിന്ന് ഇത് കിട്ടിയെന്നും പറഞ്ഞ് എഴുതി. ഒരിക്കലും 3 മണിയായപ്പോൾ ഒരു കോൾ വന്നു, നിന്നെ ഒന്ന് കാണണം, നീ എവിടെ ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു. ഞാൻ അടുത്ത് തന്നെയാണ്. ഞാൻ അവിടെ ചെന്നപ്പോ എന്നോട് പറഞ്ഞു, എന്റെ പേരിൽ ഒരു പോളിസി തരാമെന്ന് പറഞ്ഞു. എന്റെ പേരിൽ ഒരു പോളിസി നിനക്ക് തരാനാന്ന് പറഞ്ഞു. 10 വർഷത്തേക്ക് എനിക്ക് ആ പോളിസി കിട്ടി സാറേ. 10 വർഷം ഓരോ ലക്ഷം അടയ്ക്കാന്നുള്ള പോളിസി കിട്ടി. എനിക്ക് പ്രമോഷനും കിട്ടി കേട്ടോ. ഞാൻ IM-ആയിട്ട് പ്രമോഷനായി. എനിക്കത് കാരണം എനിക്ക് എന്റെ മനസ്സിൽ എന്താ സാറേ എനിക്ക് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും. എന്റെ ഈ അസുഖം ഭേദമായെങ്കിലും എനിക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഞാൻ ഭയങ്കര ഡിപ്രഷനായിരുന്നു. കാരണം എന്റെ ഈ കാര്യങ്ങളൊന്ന് തുറന്നു പറയാൻ മറ്റുള്ളവരോട് പറയുമ്പോൾ അവരെങ്ങനെ മൈൻഡിൽ സെറ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. എല്ലാം പറയുന്നത് എന്റെ ഹസ്ബൻഡിനോട് തന്നെ. ഹസ്ബൻഡ് സാരമില്ല, എല്ലാം ശരിയാകും എന്ന് എന്നോട് സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. മക്കളും ഇത് തന്നെ പറയാം, അമ്മ ടെൻഷൻ അടിക്കാതെ ഒന്നും ഉണ്ടാവില്ല, അമ്മയുടെ അസുഖമൊക്കെ കംപ്ലീറ്റ് മാറും. എന്നാലും ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ എനിക്കൊരു പേടി, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. പക്ഷെ ഇപ്പൊ ഈ കല്ല് ഞാൻ മുറുക്ക പിടിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുന്നു. എനിക്ക് ഒരു പേടിയും ഇല്ല. ഇപ്പൊ നല്ല ധൈര്യമാണ് സാറേ. കാരണം ഞാൻ അങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ആരായിട്ട് എനിക്ക് കൊണ്ടുതന്നെന്ന് പോലും അറിയില്ല. ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളുടെ ഫലമായിരിക്കും ഈശ്വരൻ എനിക്കിത് കൊണ്ടുതന്ന. സാറിനെ എന്റെ മുന്നിൽ ഗുരുവായിട്ട് കൊണ്ട് നിർത്തിയതെന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും എന്റെ ഒരു 80% ഞാൻ ഭേദമായ രീതിയിലാണ് എന്റെ ഇപ്പോഴത്തെ മനോനില. കാരണം എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും മാറി വരുമെന്നുള്ള തീർച്ചയായിട്ടും ഉള്ള എനിക്കൊരു പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയല്ല, അത് 3/4 ഭാഗം ആയി എന്ന് ഞാൻ കരുതി. താങ്ക് യു സാർ, താങ്ക് യു വെരി വെരി മച്ച്. സാറിനും സാറിന്റെ കുടുംബത്തിനും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. മകൾക്കും എത്രയും പെട്ടെന്ന് ജോലി റെഡി ആവട്ടെ, എന്നിട്ട് നിങ്ങൾ 3 പേരും ഒന്നിച്ച് കാണാം. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. തീർച്ചയായിട്ടും മകൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വരും സാറേ, ദുബായിക്ക് വരും. അപ്പൊ ഞാൻ സാറിനെ അവിടെ ഞങ്ങൾ കുടുംബമായിട്ട് വന്ന് 4 പേരും കൂടെ വന്ന് കാണും. റെഡി ഉണ്ടാവും. മോൾക്ക് പെട്ടെന്ന് തന്നെ ജോലി ശരിയാവട്ടെ. നിങ്ങൾ ഇത്രയും ലളിതമായി പറഞ്ഞ ആ മുട്ടിൽ നീര് നമ്മൾ ആക്ച്വലി നമുക്ക് അധികം പ്രശ്നങ്ങൾ വരുന്നത് ഈ നീരിന്റെ തന്നെയാണ്. കാരണം നമ്മുടെ അതായത് രക്ത ഓട്ടം കുറയുന്നത് കൊണ്ടാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വിഷയം ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ പരിഹാരമാണ് ഇന്നത്തെ ഈ മെഡിറ്റേഷൻ. ഇന്ന് ഫുൾ മൂൺ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നില്ലേ? ഇത് നമ്മുടെ രക്ത ഓട്ടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള സാധനമാണ്. ചാൻസുകൾ ഇതാക്കാൻ നിൽക്കുക, അത് കിട്ടുന്ന ചാൻസുകൾ ഇത് ചെയ്യണം. ഇവരൊക്കെ വളരെ ലളിതമായ ഒരു എക്സസൈസ് ആണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ തന്നെ ഇത്രയും മാറ്റം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ശരീരത്തിൽ എക്സസൈസ് കിട്ടുമ്പോൾ എത്ര മാറ്റം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണം. അത്രയും ഞാൻ എപ്പോഴും എക്സസൈസിനെ പറ്റി പറഞ്ഞു. ഞാൻ താമസിയാതെ നമ്മൾക്ക് കൂടെ ചെറിയ സുംബ ഡാൻസ് ഒക്കെ തുടങ്ങുന്ന കരുതിയിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളൊന്നും അനങ്ങൂല. ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ആയിട്ട് നിൽക്കല്ലേ. നമുക്ക് തുടങ്ങാം. ഓക്കെ, താങ്ക് യു. ഇനി ആരും ഒന്നും പറയാനില്ല. അപ്പൊ ശരി, എന്നാൽ താങ്ക് യു. കാണാം. ജോയിൻ ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് ഇപ്പൊ ജോയിൻ ചെയ്ത് 10 മിനിറ്റ് കൂടി സമയമുണ്ട്. ഫുൾ മൂൺ മെഡിറ്റേഷൻ ജോയിൻ ചെയ്തവരെല്ലാം ജോയിൻ ചെയ്തോളൂ കേട്ടോ. താങ്ക് യു.